CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ CPM എങ്ങനെയാണ് അല്ലെങ്കിൽ LDF എങ്ങനെയാണ് തോറ്റത് എന്നതിൻ്റെ ഒരു വിശകലന റിപ്പോർട്ടാണ് അത്. 1977 ശേഷം ഇന്ത്യയിൽ ഒരിടത്തും ഒരു നിയമസഭയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിലില്ല എന്ന ഒരു വിശേഷം കൂടി ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ അവലോകന റിപ്പോർട്ട് മൊത്തത്തിൽ വായിച്ചു പോകുമ്പോൾ എത്രമാത്രം രാഷ്ട്രീയമായി ദുർബലമായിട്ടുള്ളൊരു വിലയിരുത്തലാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ മൊത്തം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇത് സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുകൾ രണ്ട് ഭാഗങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ നടന്നിട്ടുള്ള, അപ്പോൾ അസമിലും പോണ്ടിച്ചേരി, തമിഴ്നാട്ടിൽ ഒക്കെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, വെസ്റ്റ് ബംഗാളിലും ഒക്കെ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് പലതരത്തിൽ വിലയിരുത്തൽ സാധ്യമായിട്ടുള്ളൊരു വിശകലന റിപ്പോർട്ട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. അത് പ്രത്യയശാസ്ത്രപരമായിട്ടും സംഘടനാപരമായിട്ടും ഭാഷാപരമായിട്ടും ഉള്ള വിലയിരുത്തൽ സാധ്യമാവുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് നേരിട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പറയുന്നുണ്ട്. എല്ലാ പാർട്ടി അണികളോടും ഫ്രീലി ആൻഡ് ഫ്രാങ്ക്ലി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു എന്നും അങ്ങോട്ടൊരു കമൻറ്റും പറയാതെ കേട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി പാർട്ടിയിൽ ഇല്ലായിരുന്നു എന്ന് സമ്മതിക്കുന്ന രീതിയിലാണ് ആ ഒരു പറച്ചിൽ പോലും നമുക്ക് വിലയിരുത്താൻ പറ്റുക. ഒപ്പം തന്നെ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയിലേക്ക് പാർട്ടി സംവിധാനവും സർക്കാരും ഭരണ സംവിധാനങ്ങൾ മുഴുവനും LDF എന്ന് പറയുന്ന മുന്നണിയും എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയത് എന്നും തുടക്കത്തിൽ തന്നെ പറയാതെ പറയുന്നുണ്ട്. ഒരേ സമയം പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ദൗർബല്യവും ഒപ്പം അതിൻ്റെ ഒരു കാരണമായിട്ട് ഇത് വരുന്നു എന്ന് തോന്നുന്നു. ഈ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പാർട്ടി സംവിധാനം, ഭരണ സംവിധാനം, മുന്നണി സംവിധാനം മുഴുവൻ മാറിയത് എങ്ങനെയാണെന്ന് നമ്മളൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ള, നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഒരുപാട് തവണ ഇതേ പാനലിൽ തന്നെ ഈ വിഷയം ഇതേ ആംഗിളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതെ, അതിലെ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഏത് തരത്തിലാണ് ഒരു പൊതുവായിട്ട് വിലയിരുത്താൻ പറ്റുക? ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് എന്നാണ് പറയുന്നത്. വിവിധ തലങ്ങളിൽ, പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ സമ്മേളനങ്ങൾ കൂടുകയും ഏതാണ്ട് കേരളത്തിലെ 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ജനറൽ സെക്രട്ടറി അടക്കം പല തലങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ചർച്ചയാണ്. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് ഇത് പൊതു സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ കവിഞ്ഞ ഒന്നും ആ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗർബല്യം എന്ന് പറയുന്നത്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ തലങ്ങളിലും, മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലുമൊക്കെ അല്പം രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളൊക്കെയും ചർച്ച ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ളൊരു കണ്ടുപിടുത്തമോ പുതിയതായിട്ടുള്ള വിശകലനമോ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം. കാരണം അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഓരോന്നായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ BJP-യോടുള്ള വിധേയത്വം എന്ന ആരോപണം, ഈ വ്യക്തി കേന്ദ്രീകൃതമായ ശൈലി എന്നുള്ളത്, പിന്നെ സ്ഥാനാർത്ഥി നിർണയം കാര്യങ്ങൾ, പിന്നെ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയത്, സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാതിരുന്നത്, വെള്ളാപ്പള്ളി നടേശനോട് പാർട്ടി സ്വീകരിച്ച സമീപനം, അയ്യപ്പ സംഗമത്തില് ഈ ആദിത്യനാഥ്, അതിപ്പം ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം അതിലൊരു വലിയൊരു ഒരു റെവലേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ പാർട്ടി കരുതിയിരുന്നത് 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്നുള്ളത് പാർട്ടിയും ജനങ്ങളും തമ്മിൽ അത്രയേറെ വിടവുണ്ടായിരുന്നു, ഏലിനേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിലെ കണ്ടെത്തലുകളെക്കാൾ, ഈ മറ്റ് കണ്ടെത്തലുകളെക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് പാർട്ടി നേതൃത്വം എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര നേതൃത്വം എങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുതിയ കണ്ടെത്തലുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം മറിച്ച് എങ്ങനെയാണ് ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എങ്ങനെയാണ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ പോയത് എന്ന് വലിയൊരു കാര്യമാണ്.
അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു. ഈ അടിസ്ഥാന വർഗം ഇതിനകത്ത് നിന്ന് മാറിപ്പോയതിനെ കുറിച്ചും അതൊക്കെ അക്കമിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് വിട്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇവർ വന്നിരുന്നില്ല എന്നും എന്തുകൊണ്ട് ഇത് സംഭവിക്കും, എന്തുകൊണ്ട് അങ്ങനെ വിട്ടുപോയി എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വത്തിന് അന്ന് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്, ജനങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പാർട്ടി കമ്മിറ്റികൾ ഇങ്ങനെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ കാലത്ത്. അത് അങ്ങനെ ഒരു ഡിസ്കണക്ട് എന്ന് പറയല്ലോ, ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ഡിസ്കണക്ട് വരുമ്പോഴാണ് അത് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പറഞ്ഞ അക്കവിട്ട് പറയുന്ന കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രധാനമായ ഒരു തിരിച്ചറിവായിട്ട് എനിക്ക് തോന്നുന്നത് പാർട്ടി നേതൃത്വവും ജനങ്ങളും തമ്മിൽ അകന്നു പോയി. ഇത് പണ്ട് പറഞ്ഞ് നമ്മൾ ചർച്ചയിലൊക്കെ പറയുമായിരുന്നു. അന്ന് പറയുന്നത് ഞങ്ങൾ ചീത്ത പറയുകയാണ് ചെയ്തത്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെയും അത് വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പാർട്ടിയെ നന്നാക്കികൾ എന്നൊക്കെ പറയുന്ന ഈ ഇടതുവിരുദ്ധർ എന്നുള്ളത് മോശമാക്കലല്ലോ. എല്ലാവരും ഇടത് അനുയായികളാണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെന്ന് ശരിയാണ്. പക്ഷേ എന്താണ് അതിന്റെ പരിഹാരം? അത് പറയുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പരിഹാരമായി നിർദ്ദേശിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഭാഷ നന്നാവണം. പിന്നെ വളരെ ലോങ് വൈൻഡിങ് സ്പീച്ചസ്, ഇപ്പൊ പബ്ലിക് സ്പീച്ച് നടത്തുമ്പോൾ അങ്ങനെ സംസാരിക്കരുത്. ഐഡിയോളജിക്കൽ ട്രെയിനിങ് നടത്തണം. ഈ EMS പഠന കേന്ദ്രം പോലുള്ള പുതിയ സംഭവം. വാസ്തവത്തിൽ ഈ തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങൾ അത് ഇനിയിപ്പോ അത് പാസ്റ്റ് ആണല്ലോ, അത് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ ബ്ലാങ്ക് ആണ് ഈ രേഖ എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഡെമോക്രാറ്റിക് സെൻട്രലിസം സ്വയം വിമർശനത്തിലൂടെ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തോടെ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അത് സാധ്യമാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നിലനിൽക്കുന്ന പാർട്ടി ഘടന വെച്ചുകൊണ്ട് ഈ തരത്തിലുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് ഒരു പുനരുജ്ജീവനം സാധ്യമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ളത്. പക്ഷേ ഇപ്പോഴും പാർട്ടി വിശ്വസിക്കുന്നത് ഈ രീതിയിൽ ഡെമോക്രാറ്റിക് സെൻട്രലിസം വാസ്തവത്തിൽ അത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പാർട്ടിയുടെ ഘടന, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാം ഘടന അത് ജനാധിപത്യ സമൂഹത്തിൽ സുതാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രസ്ഥാനങ്ങളിലൂടെ എല്ലാറ്റിലും സുതാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ രഹസ്യാത്മക സംഘടന ഉണ്ടാവുകയും ആ ഘടനകൾ വെച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന വാക്ക് തന്നെ വാസ്തവത്തിൽ ഒരു നമ്മുടെ കാലഘട്ടത്തിൽ ഒരു അത്ര സുഖകരമായ വാക്കല്ല. അപ്പൊ അത്തരത്തിലുള്ള ഇതിലൂടെ തന്നെ റിവൈവ് ചെയ്യാൻ സാധിക്കുമോ? വാസ്തവത്തിൽ അതിസങ്കീർണമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ CPM തിരിച്ചറിയുന്നുണ്ട്. എല്ലാ സെക്ഷൻസും ഞങ്ങൾ അകന്നു പോകുന്നു. അടിസ്ഥാന വർഗങ്ങൾ അകന്നു പോകുന്നു, യുവജനങ്ങൾ അകന്നു പോകുന്നു, സ്ത്രീകൾ അകന്നു പോകുന്നു, മധ്യവർഗം പ്രധാനമായും അകന്നു പോകുന്നു. ഈ അകന്നു പോകുന്ന ആളുകൾ BJPയോട് താല്പര്യം കാട്ടുന്നു എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഏറ്റവും വലിയ പരിമിതിയായി എനിക്ക് തോന്നുന്നത് ഇതിന് എന്ത് രീതിയിലുള്ള പരിഹാരമാണ് പാർട്ടി കാണുന്നത്. ഇതുവരെ ഒരുപക്ഷെ ഈ ഒരു കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അത് എത്രമാത്രം കേരളത്തിലെ പാർട്ടി നേതൃത്വം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതൊരു പ്രശ്നമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, അതായത് ഞങ്ങൾക്ക് അനർഹമായ പരാജയമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇത് വലതുപക്ഷ മാധ്യമങ്ങളുടെയും സംഘപരിവാറിന്റെയും ഗൂഢാലോചനയുടെ ഫലമായിട്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അങ്ങനെ ജനങ്ങൾ തോൽപ്പിക്കുകയും ചെയ്തതാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി എന്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാലും കേരളത്തിലെ പാർട്ടി നേതൃത്വം നല്ലൊരു വിഭാഗം വിശ്വസിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പോയത് കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടതെന്നും ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് മാത്രം എടുത്തുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള നവീകരണ പ്രക്രിയ CPMന്റെ അകത്ത് സാധ്യമാണ്. ഇതിലും വളരെ വിശദമായ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, സോൾ സെർച്ചിങ് എന്ന് പറയാറില്ല, ഒരു മേജർ സർജറി
അത് പെയിൻഫുൾ സർജറി ആവശ്യമാണ് എന്നുള്ളതാണ് ഇനീഷ്യലി ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ. വികസനത്തിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് ഇതിൽ പരാമർശിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ. അതായത് നിരവധി വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയുടെ രാഷ്ട്രീയം ജനങ്ങളോട് പറയുന്നതിൽ പരാജയപ്പെട്ടതാണ് ഒരു പ്രശ്നമാണ്. അതായത് ഈ നിയോ ലിബറൽ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. പക്ഷേ കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഇവരുടെ വലിയ വൻകിട നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന വലിയ പ്രൊജക്റ്റുകൾ എടുത്താൽ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി, അതുപോലെ കേരളയില് തുരങ്കപ്പാത, ഇപ്പോൾ ഏറ്റവും അവസാനം തുരങ്കപ്പാത, അതുപോലെ ഉള്ള ഈ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ, ഭൂമി എന്ന അവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള ഈ ഫ്ലാറ്റുകളുടെ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ ഇവർ ചൂണ്ടിക്കാട്ടിലുള്ളതാണ്. അങ്ങനെ ഓരോ പ്രൊജക്റ്റ്, ഓരോ പദ്ധതികളും അവതരിപ്പിക്കുമ്പോഴും ഈ പൗരസമൂഹത്തിന്റെ മുന്നിൽ നിന്നും മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്നും നമ്മളടക്കമുള്ള ഈ വിഷയങ്ങളെ ഇടപെടുന്ന എല്ലാതരം സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പാനലിൽ തന്നെ 1-2 തവണ ഇതേ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് അവരെ അടച്ച് മുദ്രകുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ വികസനത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളത്, അതായത് ഈ ഇടതുപക്ഷ 2 ടേമിൽ ഭരിച്ച LDF സർക്കാർ മുന്നോട്ട് വെച്ച വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയം ജനങ്ങളോട് തുറന്നു പറയാൻ തക്ക ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു എന്ന് ആണ് ഇപ്പോഴും ഇവർ കരുതുന്നത്. അതുകൊണ്ടാണല്ലോ അത് പറയാതെ പോയത് കൊണ്ടാണ് തോൽവി എന്നുള്ള വിശകലനത്തിലെത്തുന്നത്. ഈ വികസനത്തിന്റെ രാഷ്ട്രീയത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണാൻ പറ്റുക? CPM ഉം LDF-ഉം പറഞ്ഞ വികസനത്തിന്റെ രാഷ്ട്രീയം ജനം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് CPM-ന്റെ പരാതി. മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ പ്രശാന്ത് പറഞ്ഞ പോലെ ഇവരിതിനെ ഉള്ളടക്കത്തിന്റെ പ്രശ്നമായിട്ടല്ല കാണുന്നത്, വിനിമയത്തിന്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഉള്ളടക്കം വളരെ കൃത്യമാണ്, അതിന്റെ ആശയവിനിമയത്തിൽ തങ്ങൾക്ക് സംഭവിച്ച പാകപ്പിഴകളാണ്. അപ്പൊ അതിന് EMS അക്കാഡമിയിലൊക്കെ കൊണ്ടുപോയിട്ട് 2 ആഴ്ചത്തെ റിഫ്രഷ് കോഴ്സും ആ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇതാക്കാം. ഒരു ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കാനൊക്കെ ആളുകളെ പ്രാപ്തരാക്കുന്ന, ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു പരിപാടിയിലൂടെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന സാധനമാണ് എന്നാണ് ഇവർ കരുതുന്നത്. ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രാഷ്ട്രീയ ദാരിദ്ര്യം പിടിച്ചൊരു റിപ്പോർട്ടാണിത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ഔട്ട്സോഴ്സ് ചെയ്തുണ്ടാക്കിയ റിപ്പോർട്ട് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. AI ഒക്കെ ഇതിലും ഭംഗിയായിട്ടുണ്ടാകും. ഔട്ട്സോഴ്സ് ചെയ്തത് ഫേസ്ബുക്കിലെ പോരാളികൾക്കാണോ എന്നൊരു സംശയം. അതെ, ഈ ഇപ്പോൾ CPM-ന്റെ പഴയകാല റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് ഇന്നതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചേക്കണം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ AI-യിൽ കൊടുത്താൽ, ഇപ്പോൾ ChatGPT-യിലൊക്കെ കൊടുത്താൽ അവർ ഇതിലും ഭംഗിയായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാകും. കാരണം എന്താണെന്ന് അറിയോ? AI-ക്ക് പിണറായി വിജയനെ പേടിയില്ലല്ലോ, അതുകൊണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ റിപ്പോർട്ടിൽ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നിടത്ത് പിണറായി പറയാൻ തുടങ്ങുമ്പോൾ നിലവിളക്കും, അത് കഴിഞ്ഞാൽ ചന്ദനവും കത്തിച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് ഈ റിപ്പോർട്ടിൽ അത് പരാമർശിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ഇത് കേന്ദ്രീകരിച്ചു. ഇതിപ്പോൾ പിണറായി വിജയൻ സെന്റേർഡ് ആയിട്ട് നമ്മൾ ആക്രമണം നടത്തുന്ന പ്രശ്നമല്ല ഇത് വരുന്നത്. ചരിത്രപരമായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിടുന്ന വലിയൊരു വിഷയമാണ് ഈ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ തകർച്ചയിൽ തന്നെ വലിയ പങ്ക് വഹിച്ച ഒരു പ്രശ്നമാണിത്, ഈ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പിണറായിയെ കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്, പിണറായിയെ മാത്രം ഇതിൻ്റെ മുഖമാക്കി മാറ്റി നിർത്തി. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്താ പറയുന്നത്? അത് മറ്റ് എതിരാളികൾക്ക് ആ സഖാവിനെതിരായിട്ടുള്ള ആക്രമണം നടത്താനുള്ള ഒരു അവസരമാക്കി മാറ്റി. ഇത് പ്രശ്നമാക്കിയിട്ട് അവർ കാണുന്നില്ല. ഇത് കേന്ദ്രീകരിച്ചത്, ഇത് വിജയിക്കുകയായിരുന്നെങ്കിൽ, സപ്പോസ് ഒരു 72-73 സീറ്റ് വാങ്ങിയിട്ട് CPM അധികാരത്തിൽ വരികയായിരുന്നെങ്കിൽ ഇത് മുഴുവൻ നേരെ തിരിച്ചായിരുന്നു സ്ഥാപിച്ചെടുക്കുമായിരുന്നു. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെയൊക്കെ പലപ്പോഴും ചർച്ച ചെയ്ത് തന്നെയാണ് ഈ വിഷയം. എന്തുകൊണ്ടാണ് അങ്ങനെ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. പിണറായി വിജയൻ പോലുമല്ല പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ച് ഒരാളുടെ പരസ്യപ്പലകകൾ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അതിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിരന്തരമായ പുതുക്കലുകളും നിരന്തരമായ ആഭ്യന്തര ചർച്ചകളും ഉൾപാർട്ടി ജനാധിപത്യവും പാടെ പോയതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്കാണ് പിണറായി വിജയൻ നേതാവായിട്ട് വരുന്നത്.
അതുകൊണ്ട് ഇനിയിപ്പോൾ പിണറായി വിജയൻ പോയി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ആ പാർട്ടിയിൽ സംഭവിക്കുക. പിണറായി വിജയൻ പോകുന്നതുകൊണ്ട് ഒരു മഹാത്ഭുതവും CPM-ൽ ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇപ്പോൾ BJP-യുടെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മോദി പോയതുകൊണ്ടുണ്ടാവൂ. നമ്മൾ മുമ്പ് വലിയ പ്രശ്നക്കാരായിട്ട് കണ്ട LK അദ്വാനി, ഇപ്പൊ LK അദ്വാനി ഒരു സിവിലൈസ്ഡ് ഡെമോക്രാറ്റ് ആയിട്ടാണ് ഒരുപക്ഷെ ആളുകൾക്ക് തോന്നുന്നുണ്ടാവുക, അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ പോലും അനുകൂലിച്ചില്ലേ? അതായത് ആ ഫാഷിസ്റ്റ് സംഘടനയുടെ തലപ്പത്ത് വരുന്ന ആൾ എന്ന് പറയുന്നത് അയാളല്ല, ആ സംഘടനയുടെ ഉള്ളടക്കത്തിന്റെ പ്രതീകം കൂടിയാണ് അയാൾ. അങ്ങനെയാണ് പിണറായി വിജയനും വരുന്നത്. എന്ന് മാത്രമല്ല, CPM-ന് അതിനെ തിരുത്താനുള്ള ആന്തരിക ശേഷി ഇല്ല. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചരിത്രത്തിൽ തന്നെ പരാജയങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള സംഘടനാ ശേഷി വളരെ പരിമിതമായാണ് അത് കാണിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിൽ അത് പരാജയപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ അതിൻ്റെ റിവൈവൽ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. അതൊരു ദോഷം എന്നുള്ള മട്ടിൽ മാത്രമല്ല, കുറേ കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ പരാജയപ്പെട്ട സംഘടന വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് തലത്തിൽ തന്നെ പരാജയപ്പെട്ട് പിന്നോട്ട് പോയതിനു ശേഷം ഒരിക്കലും അത് മുന്നോട്ട് വന്നിട്ടില്ല. ബംഗാളിലുമൊക്കെ. അപ്പോൾ ആ പാഠം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പരിശോധന എത്ര ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംഘടനയെ സവിശേഷമായിട്ട് എടുത്താൽ, ഈ സംഘടനയിൽ പിണറായി വിജയന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന അടുത്ത നിര ലീഡേഴ്സ് അടക്കം, അതിൻ്റെ തൊട്ടു പിന്നാലെയുള്ള 1, 2, 3 നിര നേതാക്കളെല്ലാം CPM-ലെ ജീർണമായ ഗ്രൂപ്പ് വഴക്കിൻ്റെ കാലത്ത് രൂപപ്പെട്ടു വന്ന ആളുകളാണ്. അവരെല്ലാം ഗ്രൂപ്പ് വഴക്കിൻ്റെ, കേരളത്തിലെ പാർട്ടിയുടെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെക്ടേറിയൻ ആയിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള വഴക്കുകളിലും തർക്കങ്ങളിലും പെട്ട് പാർട്ടി അടിമുടി ജീർണമായ ഒരു കാലത്ത് നേതാക്കളായി വന്നവരാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭൂരിഭാഗം നേതാക്കളും. അവർക്ക് അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ സമരത്തിൻ്റെ ഭാഷയെയോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഷയോ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പം ഇവിടെ പറഞ്ഞ ഒരു വിഷയം വികസനത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. എന്തോ അവർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന എന്താ, ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് വിഴിഞ്ഞം വികസനത്തിന്റെ കവാടമാണ് എന്നാണ്. ഇപ്പോൾ സതീശൻ കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ വികസന പ്രദേശമാക്കി മാറ്റും എന്നൊക്കെയുള്ള വമ്പൻ വാചകമടികൾ നടത്തുമ്പോൾ ഇത് തന്നെയാണ് ഒരു തരത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. സതീശന്റെ മുന്നിലുള്ള വെല്ലുവിളി പിണറായിയേക്കാൾ കൂടുതൽ എങ്ങനെ ഈ വാചകമടി നടത്താം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ MSC ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓഹരി വിൽപ്പനയുടെ പേരിൽ ഇപ്പോൾ വലിയ വിഷയമുണ്ടാക്കുന്നുണ്ടല്ലോ, ഇത് കുത്തകകളുടെ കയ്യിൽ പോകുന്നത്. എന്നാണ് അദാനി MSCയേക്കാൾ മെച്ചപ്പെട്ട ഒന്നായത് എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഇന്ത്യയെ മുഴുവൻ വളരെ തന്ത്രപ്രധാനമായ രീതിയിൽ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആണ് അദാനി. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എല്ലാം വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഈ MSCക്ക് തന്നെ ഇവർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ ഇവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അന്നെന്താ, ചായ കുടിച്ചു പോകാനാണോ പങ്കെടുത്തിരുന്നത്? അല്ല, ഇതൊക്കെ തന്നെയാണ് ചർച്ചയാവുന്നത്. UDF ജയിച്ചതിന്റെ തൊട്ടു പിന്നാലെ അല്ല ഇത്രയും 10-15,000 കോടി രൂപയുടെ ഒരു ഓഹരി ഇടപാടിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അത് അതിനു മുമ്പ് നടന്നതാണ്. അപ്പോൾ ഇവര് ജനങ്ങളെ ഈ വികസനത്തിന്റെ പേരിൽ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ഏതാണ്ട് ഒരേ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അത് ജനങ്ങളെ പറ്റിക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് വാസ്തവത്തിൽ CPM-ന്റെ ഈ രേഖയിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. ഇതേ വികസന പ്രശ്നം ബംഗാളിൽ ഈ പാർട്ടിയെ എങ്ങനെ ബാധിച്ചു? ഇപ്പോൾ ബംഗാളിന്റെ ഒരു സാമൂഹ്യ ഘടനയല്ല കേരളത്തിൻ്റെത്. ഇപ്പോൾ കൃഷിഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ബംഗാളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ല അത് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ കേരളിൻ്റെ പ്രശ്നത്തിൽ തന്നെ മധ്യവർഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വീടുകൾ എടുത്തു പോകുന്നതായിരുന്നു സത്യത്തിൽ അതിനെതിരെയുള്ള ഒരു ഭാഗത്തെ പ്രശ്നം. ആ പ്രശ്നം വന്നപ്പോഴാണ് കേരളത്തിൽ കേരളിൻ്റെ ഈ വികസന പ്രശ്നം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ധനികരെ ചുമക്കുന്ന പല്ലക്കിന് വേണ്ടി മലയാളി പണം മുടക്കേണ്ടത് എന്നുള്ള ചോദ്യമടക്കം പൊന്തി വരികയും അത് ചർച്ചാ വിഷയമാവുകയും പിന്നീട് അത് വലിയ വിഷയമാവുകയും ചെയ്തത് ഇങ്ങനൊരു കാരണം കൂടി അതിലുണ്ട്. പക്ഷേ ബംഗാളിലൊക്കെ നേരിട്ട ഈ തിരിച്ചടിയെ വെച്ച് എന്തായിരിക്കണം നമ്മുടെ ഒരു വികസന രീതി എന്നുള്ളത് CPM-ന് വ്യത്യസ്തമായൊരു രീതിയും ഇപ്പോൾ അതിൽ പറയാൻ കഴിയുന്നത്. CPM-ന്റെ വെബ്സൈറ്റിൽ പോയാൽ തുടക്കത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നതിൻ്റെ ഉള്ളിൽ അവർ മറക്കാതെ പറയുന്നൊന്ന്, ഞങ്ങൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സെലക്ടഡ് ഏരിയാസിൽ എതിരല്ല എന്നാണ്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളത് പറയാൻ മറക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. നിങ്ങൾ അദാനിയെ വികസന നായകനായി കാണുന്നു, അദാനി ഏറ്റവും നല്ല ബിസിനസ് പങ്കാളിയായിട്ട് പറയുന്നു. പിണറായി വിജയൻ കുടുംബസമേതം അദാനിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് വിഴിഞ്ഞത്ത് പോയി കാണുന്നു. ഇതേ വിജയൻ 6,000 കോടി രൂപയുടെ അഴിമതിയാണ്
വിഴിഞ്ഞം എന്ന് പറഞ്ഞത് നമ്മളൊക്കെ ഓർക്കുന്നു. അതായത് CPM ഓർക്കാൻ പറയുമ്പോൾ ഓർക്കുകയും മറക്കാൻ പറയുമ്പോൾ മറക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി മലയാളി മാറിയില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവർ തോറ്റത്. അതിലുള്ള പരിതാപമാണ് ഇപ്പോൾ അവർ പറയുന്നത് മുഴുവൻ. മറ്റൊന്ന്, അതിൻ്റെ സംഘടനയെക്കുറിച്ച് രണ്ട് ഇപ്പോൾ പറഞ്ഞല്ലോ. ഒന്നിപ്പോ ഈ നേതാക്കളുടെ ആഡംബര ജീവിതം, അതുപോലെ തന്നെ അഴിമതി, ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ മുമ്പുള്ള റിപ്പോർട്ടിങ്ങുകളിലൊക്കെ പലപ്പോഴും ഹാജരായിട്ടുള്ള മനുഷ്യർ എന്നുള്ളതിലേക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇത് ആര് ചെയ്തെന്നാണ് പറയുന്നത്. നാട്ടിൻപുറത്തെ ബ്രാഞ്ചിലും LC-യിലും ഒക്കെയുള്ള സാധാരണ മനുഷ്യർ ചെയ്ത്, നിങ്ങൾ പറയണം ആരാണ് ഇത് ചെയ്തത്. മാത്രമല്ല, ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഒരു സ്വഭാവ വൈകല്യമായിട്ട് നമുക്ക് എഴുതിത്തള്ളാം. പക്ഷെ അഴിമതി നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ആരോപണം. ധാർഷ്ട്യം പോലും സ്വഭാവ വൈകല്യമല്ല. ഒരു ഫാഷിസ്റ്റിന്റെ ധാർഷ്ട്യം അയാളുടെ രാഷ്ട്രീയമാണ്. അതുപോലെ ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത് അത് അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ധാർഷ്ട്യമാണ്. ഒരാളെ മാറ്റി വേറൊരാൾ വന്നാലും അതേ ധാർഷ്ട്യം തന്നെ കാണിക്കും. അതുകൊണ്ടാണല്ലോ ഇവരുടെ ഒരു പുത്തൻകൂറ്റുകാരൻ സെക്രട്ടേറിയറ്റ് മെമ്പർ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ചോദിച്ച് കുഞ്ഞികൃഷ്ണൻ ഒരു കള്ളം ചോദിച്ചാൽ കൊടുക്കേണ്ട കണക്കല്ല തങ്ങളുടേത് എന്ന് അയാൾ ഞെളിഞ്ഞിരുന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെളിഞ്ഞിരുന്നാണ് അയാൾ ശവം തൂക്കികൾ. അതായത് തങ്ങൾക്ക് മാത്രമാണ്, തങ്ങൾ ചോദ്യം ചോദിക്കുന്നു, തങ്ങൾ ഉത്തരം പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അഴിമതി വലിയ പ്രശ്നമാണ്. ഈ പണം ഇവരൊക്കെ ഇപ്പൊ എഫ്ലുവന്റ് ആയിട്ടുള്ള ജീവിതശൈലി കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത്, ഇതിനുള്ള പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? CPM ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്, ആഡംബര ജീവിതത്തിന്റെ ശമ്പളം കൊടുക്കുന്നത്. നിലമ്പൂർ ആദിവാസി സമരം നടക്കുമ്പോൾ 36 ലക്ഷവും പിന്നെ ലോൺ എടുത്തതിന്റെ പലിശയും അടക്കം ഏതാണ്ട് 1 കോടി രൂപയുടെ കാറും വാങ്ങി പോകുന്ന സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ഇടതുപക്ഷം നിർത്തിയത്. അയാൾ അവിടെ ഇറങ്ങിയ എന്താണ് ആദിവാസി സമരം എന്ന് ചോദിച്ചില്ല. അവരെ തന്നെയാണ് ആശാ സമരത്തെ കുത്തിത്തിരിപ്പ് സമരം എന്ന് പരിഹസിച്ചത്. ജനകീയ സമരങ്ങളോടും ജനങ്ങളുടെ ആവശ്യങ്ങളോടും ഈ നിലപാട് സ്വീകരിക്കുകയും അദാനിയോട് വിധേയത്വം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർക്കുള്ളത്. ഒരു ജനാധിപത്യ പൗര സമൂഹത്തോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അവരതിൻ്റെ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ നിരവധി ആളുകൾ പറഞ്ഞ കാര്യങ്ങളെയാണ് ഇപ്പോൾ ക്രോഡീകരിച്ച് റിപ്പോർട്ടാക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ എന്നതുകൂടി വലിയൊരു പ്രശ്നമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടിയാണ് അവര് വിശകലനം നടത്തി ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇത് 4 മാസം മുമ്പ് ഈ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന്റെ CMRL-ലും ഈ കർത്തവ്യമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി സഖാക്കളെ കൊണ്ട് അക്രമാസക്തമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത്. ED-യെ BJP തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ പിറ്റേ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് അവര് വന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. മറ്റേ കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ, ഓക്കെ സലാം എന്ന് പറഞ്ഞു, മകളോട് ചോദ്യം ചോദിക്കാൻ പോയെന്ന് പറഞ്ഞു. അതിനാണോ ഈ പുറത്തു വന്ന് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? മാത്രമല്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുന്നത് തന്നെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തോൽവിയെ കൃത്യമായി. ഇത് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് CPM-ൽ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണല്ലോ. CPM-ലല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഇത്തരത്തിലുള്ള സമഗ്രാധികാര പാർട്ടികളിലൊക്കെയുള്ള പ്രശ്നമാണത്. ആർക്കാണ് ഉത്തരവാദിത്തം? ഇപ്പൊ ഇവര് പറയുന്നു പാർട്ടി മാറും. പാർട്ടി മാറുമ്പോ ഈ കമ്മ്യൂണിക്കേഷൻ അടക്കം പഠിപ്പിക്കാൻ ചെല്ലുന്നത് ആരാ? ഇവരല്ലേ ചെല്ലുന്നത്? പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാര്, ചോദ്യം ചോദിക്കുന്നവരെ കള്ളൻ എന്ന് വിളിക്കുന്നവർ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് കരുതുന്നവർ. ജനം എന്തോ സാത്താൻ സേവക്കാരായി മാറിയതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നാണ് ഇവർ കണക്കാക്കുന്നത്. ഇതിനകത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു വാചകമുണ്ട്. അവർ ക്യാമ്പയിൻ ജനറേറ്റഡ് എ ഹോപ്പ് ദാറ്റ് അവർ ഗവൺമെന്റ് കുഡ് റിസോൾവ് ഓൾ ദി ഇഷ്യൂസ് ഓഫ് ദ പീപ്പിൾ which lead to certain illusions too എന്ന് പറയുന്നത്. ഈ ഇല്യൂഷൻസിൽ പെട്ടുപോയത് സത്യത്തിൽ ജനങ്ങളല്ല, ഈ നേതൃത്വവും ഭരണകൂടവും തന്നെയാണ്. ജനങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആളുകളെ കാണുകയും തോൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇവര് തെറ്റിദ്ധരിക്കുന്നത് ജനങ്ങളിൽ ഇല്യൂഷൻ ഉണ്ടായി എന്നുള്ളതാ. പിന്നെ ഇതിലെ ഓരോ വാചകങ്ങളും ഓരോ പോയിന്റും അവസാനിക്കുന്നത് ഇത് UDF അല്ലെങ്കിൽ BJP എങ്ങനെ തങ്ങൾക്കെതിരായിട്ട് ഉപയോഗപ്പെടുത്തിയെന്ന, അല്ലാതെ നമ്മളിത് റിയലൈസ് ചെയ്യുകയോ അവർക്കൊരു മെറ്റീരിയലായി നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ അവർ ഉപയോഗിച്ചു, മാധ്യമങ്ങൾ അവർക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് ഇവരുടെ ഭാഷ തന്നെ. ഇതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഇല്യൂഷനിൽ പെട്ട ഒരു നേതൃത്വത്തിന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ തിരിച്ചറിവുണ്ടാവാനോ നന്നാവാനോ പറ്റുക? ഇതെന്തായാലും എനിക്ക് നമ്മൾ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഇലക്ഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് പശ്ചാത്തലത്തിലെ ഈ സംസ്ഥാന കമ്മിറ്റി ചർച്ച നടത്തിയിരുന്നല്ലോ, ആ റിപ്പോർട്ട് വരെ പുറത്തുവിട്ടിട്ടില്ല. അത് പുറത്തുവിടണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കേരള സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി തീരുമാനത്തെത്തിയത്.
അതും ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും എത്രമാത്രം വേരിയേഷൻ ഉണ്ട്, കോൺട്രഡിക്ഷൻ എന്നത് പ്രധാനപ്പെട്ട കാര്യം അതിലാണ് നമുക്ക് ഈ വേറെ സ്വഭാവം കാണിക്കാൻ പറ്റുക. ഇത് നേരത്തെ പ്രമോദും പ്രശാന്തും സൂചിപ്പിച്ച പോലെ, നിങ്ങളെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ വാട്സാപ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പലവട്ടവും ചർച്ച ചെയ്ത് ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് വിശകലനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പിൻ പോയിന്റ് ചെയ്ത് ചൂണ്ടിക്കാണിച്ച പല ഇൻസ്റ്റൻസും ഇവൻസും ആണ് ഇവർ പറയുന്നത്. ആ പറയുന്നത് പോലും അത് എന്താ പറയുക, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ജനങ്ങളുടെ ഇല്യൂഷനാണ്. ജനങ്ങൾ ഒരു മിഥ്യാധാരണയിലായിരുന്നു, നമ്മൾ ശരിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആത്യന്തികമായിട്ട് ഇവരുടെ ധാരണ. ഇവരൊക്കെ തന്നെ ശരിയായിരുന്നു, ജനങ്ങൾ മിഥ്യാധാരണയിൽ ആണ് ഇതിന് എന്താ പറയുക ഇവരെ തോൽപ്പിച്ചതെന്നുള്ളൊരു ബോധത്തിലിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം, ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ചോളം സമകാലികമായ രാഷ്ട്രീയത്തെ നോക്കുന്ന രീതിയിലായിരിക്കണം ഡോക്യുമെൻ്റ് തയ്യാറാക്കുക, അവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാട് എന്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അതൊരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടാണ്. അപ്പോൾ അവർ ഒരു വിഷയത്തെ കാണുന്നതിൻ്റെ അകത്തൊരു പ്രത്യശാസ്ത്രമായ ധാരണയുണ്ട്. അത് ലോങ് ടൈം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടും നടത്തേണ്ട സ്ട്രഗിളുകളായി വർഗസമരമായി ബന്ധപ്പെട്ടും അതിൻ്റെ വിമർശനാത്മകമായൊരു ധാരണയിൽ നിന്നാണ് ഇത് രൂപപ്പെടുക. ഇത് ഒരു ജേർണലിസ്റ്റിക് റിപ്പോർട്ടാണ് സത്യത്തിലുണ്ടാക്കിയിട്ട്. ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. കാര്യം ഒരു ജേർണലിസ്റ്റിനെ ഏൽപ്പിച്ചാൽ, ജേർണലിസ്റ്റ് റിപ്പോർട്ട് മോശമല്ല, ജേർണലിസ്റ്റിനെ ഏൽപ്പിച്ചാൽ ആ അക്കമിട്ട് പറയുന്ന പോലെ റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതിൻ്റെ അകത്ത്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ അകത്തൊരു വിമർശനാത്മകമായൊരു എലമെൻറ്റ് വേണം. അതൊരു ഫ്യൂച്ചറെ നോക്കി കാണുകയും അതിനനുസരിച്ച് ക്രിട്ടിക്ക് ചെയ്യാനുള്ളത് വേണം. അതിനുശേഷം ഈ കേന്ദ്ര നേതൃത്വത്തിന് ശക്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തെക്കുറിച്ച് വിലയിരുത്തൽ മാത്രമല്ല, ബംഗാളിനെ കുറിച്ച് വിലയിരുത്തലിനകത്ത് കാണാം. ബംഗാളിനെ കുറിച്ച് വിലയിരുത്തൽ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം ബംഗാളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ അവിടെയുണ്ട്. കാര്യം BJPക്ക് അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി, TMC തകർക്കാൻ വേണ്ടി വാസ്തുവിൽ പറയുന്നത് അതിനൊരു പരോക്ഷമായ പിന്തുണ CPM കൊടുത്തിട്ടുണ്ട്. ഇത് പല ആൾക്കാരും വിലയിരുത്തി, ഇടതുപക്ഷ വിമർശകരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുറത്തേ സമയം CPM വിമർശിക്കാൻ പറയുന്ന പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചുള്ള കാര്യമാണ്. ഇതേപോലെ പല സ്ഥലം. അപ്പോൾ ഇതിന് വിമർശനാത്മകമായൊരു രാഷ്ട്രീയം എന്നുള്ളത് ഇപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം അഭാവപ്പെട്ട് നിൽക്കുകയാണ്. അതിന് നേരത്തെ പ്രമോദം സൂചിപ്പിച്ച കാര്യം, ഒന്ന് ഈ സംസ്ഥാന നേതൃത്വത്തെ ഇപ്പോഴും നിൽക്കുന്ന പിണറായി നേതൃത്വം വിമർശിക്കാനുള്ളൊരു ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം അവർക്ക് ഇപ്പോഴും അതൊരു വലിയ ഒരു പ്രതിബന്ധമായി നിൽക്കുകയാണ്. അതിനപ്പുറം മറികടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇലക്ട്രൽ ഡോക്യുമെൻ്റ് ആവില്ലത്. അങ്ങനെയാണ് ഇലക്ഷൻ കൊണ്ട് ഈ പ്രക്രിയ മുഴുവൻ നോക്കും എന്തുകൊണ്ട് സംഭവിച്ചു. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ സംഭവിച്ച കാര്യമല്ല അത്. ഈ ഗവൺമെൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് ഈ തിരിച്ചടി. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ രാവിലെ എണീച്ച് ഇപ്പം നമ്മുടെ ഏറ്റവും അവസാനം CPM കൊണ്ടുവന്ന ഞാനത് വളരെ പ്രധാന കാര്യം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലൊരു പ്രോജക്റ്റ്. അത് ഒരു വളരെ മുൻഗണനയോടെ പരിഗണിക്കാവുന്ന പ്രോജക്റ്റ് തന്നെയാണ്. രാവിലെ കേരള ജനങ്ങൾ, നമ്മൾ പോളിംഗ് ശതമാനം നോക്കിയല്ലോ, പോളിംഗ് ശതമാനം രാവിലെ കുതിച്ചു ഉയരുന്ന സമയത്ത് ആരെങ്കിലും ഈ അതിദാരിദ്ര്യ പ്രോജക്റ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു മലയാളിയും പോയി വോട്ട് ചെയ്യില്ല, ഒരു മിഡിൽ ക്ലാസ്സും വോട്ടിയില്ല, ഒരു അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരും മൂലാരും പോയിട്ടില്ല. അപ്പോൾ അതിശക്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടായത് ഇത് സീക്വൻസായി ഉണ്ടായതാണ്, ഈ തെരഞ്ഞെടുപ്പിലല്ല. കഴിഞ്ഞ കോവിഡിൻ്റെ ഒരു ഘട്ടം ഒഴിച്ചാൽ CPM കഴിഞ്ഞ കുറേ കാലം അടിക്കടി തെരഞ്ഞെടുപ്പ് തോൽവി നേരിടുകയാണ്. ഈ സമയത്തൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട്. ഒരു ആദ്യത്തെ തോൽവിയല്ല, അടിക്കടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിലും മുമ്പ് തന്നെ അതായത് 2016 ഗവൺമെൻറ് ഫോം ചെയ്തതിന് ശേഷം 2019 തന്നെ തോൽക്കുന്നുണ്ട് പലങ്ങൾ. അതിൽ ഒരു ഭേദം എന്ന് പറയുന്ന കാര്യം കോവിഡ് സമയത്തുണ്ടായ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. അതാണ് ഇവരുടെ മാൻഡേറ്റ് ആയിട്ട് ഇവർ കാണുന്നത്. പക്ഷെ അപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായ കേരള സമൂഹത്തിൽ വന്ന മാറ്റം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റം കേരളത്തിൽ പ്രതിഫലിച്ചു. അതുപോലെ ഇവരുടെ വർഗപരമായ ഘടനയിൽ എന്ത് മാറ്റം വന്നു, കേരളത്തിൽ മിഡിൽ ക്ലാസ് എങ്ങനെ ചിന്തിക്കും, ഇതിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിൽ ചിന്ത ഇവരൊരു ഘട്ടം നടത്തിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായിട്ട് നടത്തേണ്ട പ്രക്രിയ, പല ഘട്ടങ്ങളിലും നടത്തുന്ന പ്രക്രിയ. അപ്പോൾ വാസ്തുവിൽ ഇതിൽ കേഡർമാർക്ക് ഒരു പരിശീലനം വേണമെന്നുണ്ട്. വാസ്തുവിൽ ആർക്ക് പരിശീലനം വേണം? നേതൃത്വത്തിനാണ് മാർക്സും ലെനിനിസത്തിലും അല്ലെങ്കിൽ സാമൂഹ്യ വിശകലനത്തിൽ കൃത്യമായ പരിശീലനം വേണ്ടത്. അവരാണ് ഈ സങ്കല്പനങ്ങൾ ഒന്നുകൂടി പഠിക്കേണ്ടത്, കോൺസെപ്റ്റ്. കാരണം ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഈ ഇതിലേക്ക് നയിച്ചത്. അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഇവർ ഉന്നയിക്കുന്ന ഒരു ജേർണലിസ്റ്റിക് ഡോക്യുമെൻ്റ് അപ്പുറം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാത്തത് ഒരു രാഷ്ട്രീയം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സമകാലിക ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷ വചനെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇവരെല്ലാം സൂചിപ്പിച്ച കാര്യം ഡെമോക്രാറ്റിക് സെൻട്രലിസം, അത് ഒരു എന്താ പറയുക പഴയ സങ്കല്പന മാറിയെന്നിരിക്കുന്നു. ഇന്ന് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രാറ്റിക് സോഷ്യലിസം പോലുള്ള സങ്കല്പങ്ങൾ വളരെ സജീവമാവുകയും അത് പുതിയ രാഷ്ട്രീയം, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെയിനിലാണെങ്കിലും പല സ്ഥലങ്ങളിലും മമതാനിയാണെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയം അതിശക്തമായിട്ട് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാന സാമ്രാജ്യത്വ വിരുദ്ധത, വംശീയ വിരുദ്ധത, വർഗപരമായിട്ട് രാഷ്ട്രീയ ഉള്ളടക്കം, അതുപോലെ സോഷ്യലിസ്റ്റോടുള്ള ആഭിമുഖ്യം, അതുപോലെ സമത്വത്തെക്കുറിച്ചും പൊതുമേഖലയെക്കുറിച്ചും ഒക്കെ തന്നെ
കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ലോകത്ത് ആവിർഭവിച്ചിട്ടുണ്ട്. അത് ലെനിനിസ്റ്റ് സങ്കല്പത്തിൽ പഴയ ഡെമോക്രാറ്റിക് സെൻട്രലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൂടി 21 നൂറ്റാണ്ടിലെ സോഷ്യലിസം നിലയ്ക്ക് ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അതിന്റെ വിവിധ രൂപങ്ങൾ ആവിഷ്കരിക്കണം. അന്ന് ഏറ്റവും അവസാനം ഡെമോക്രാറ്റിക് സോഷ്യലിസം. അത്തരമൊരു കാഴ്ചപ്പാടിന് ഇന്ത്യനിലെ സാധിക്കണ്ടേ? അപ്പോൾ നേതൃത്വം അത്തരം കാഴ്ചപ്പാടിൽ ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അങ്ങനെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ കാഴ്ചപ്പാടല്ല ഇവിടെ നടക്കുക. വികസനത്തെക്കുറിച്ചാണെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തന വർഗ രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിലും ഈ കാഴ്ചപ്പാടില്ല. അതുപോലെ ഈ വേറൊരു കാര്യത്തിൻ്റെ അകത്ത് നോക്കുകയാണ്, ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുത്തില്ല. ഈ അതിഭീകരമായുള്ള മുസ്ലിം വംശീയത കേരളത്തിൻ്റെ അകത്ത് പ്രചരിപ്പിക്കട്ടിനെ കുറിച്ച് വെള്ളാപ്പള്ളിയുടെ പരാമർശമുള്ളൂ. അതിൽ ഒട്ടനവധി കാര്യം നടന്നിട്ടുണ്ട്. പരോക്ഷവും പ്രത്യക്ഷമായിട്ട് കേരളത്തിൽ മുസ്ലിം വംശീയത ഇലക്ഷൻ സമയത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരോക്ഷവും പ്രത്യക്ഷമായിട്ട് അതിലൊരു നിശബ്ദതയാണ് ഉള്ളത്. കാര്യം വേറെത്തിൽ അത് ഔദ്യോഗിക നിയന്ത്രണം എൻഡോഴ്സ് ചെയ്യപ്പെട്ട കാര്യമാണ്. കാര്യം കേരളത്തിലെ ഒരു ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക, ധ്രുവീകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ തന്ത്രമാണ് മെനഞ്ഞത്. ആ തന്ത്രം പൊളിഞ്ഞ് പരാജയപ്പെട്ടു. വേറെ തരത്തിൽ ആവർത്തിക്കുക പോലും ചെയ്യുന്നുണ്ട്. ആ തന്ത്രമാണ് പൊളിഞ്ഞ് പരാജയപ്പെട്ടു. അപ്പോൾ അത്തരം വർഗീയ ധ്രുവീകരണത്തെ കുറിച്ച് അഡ്രസ് ചെയ്യാൻ അത് എങ്ങനെയാണ് അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ വിശകലന രീതി നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട്. ആ കാര്യം പ്രസംഗ രീതി ഉണ്ട് അവരുടെ. ആദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയം, പിന്നെ ദേശീയ രാഷ്ട്രീയം. അത്തരമൊരു കാഴ്ചപ്പാടിന്റെ അകത്ത് കാണാം. അപ്പോൾ വെറുത്തൊരു പുതു ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാട് വേണ്ടേ? BJP ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് അടക്കി വാഴുന്ന രാജ്യം. ആ അടക്കി വാഴുന്ന രാജ്യം അവരെ പ്രത്യശാസ്ത്ര സ്വരൂപങ്ങളും പ്രതിഷേധ രൂപങ്ങളും സംഘടനകളും പല രീതിയിലും രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്? അതിൻ്റെ അങ്ങനെ ധാരണയിൽ ഇലക്ഷൻ വിലയിരുത്തി നടത്തുക. കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, ഒരു ദീർഘകാല രാഷ്ട്രീയം. അപ്പോൾ അതിനൊരു കാരണം ഇതിനകത്ത് ഓർഗനൈസേഷൻ ഭാഗം വായിച്ചാൽ മനസ്സിലാവും. ഇവർക്കൊരു ആത്മവിശ്വാസം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ സംഘടന ശക്തിയാണ്. കേരളത്തിൽ സർവീസ് സംഘടന ബഹുജന സംഘടനയായിട്ട് ബംഗാൾ വല്ല ഈ കേരളത്തിൽ വേണ്ടിയാണ് കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ ഓർഗനൈസേഷൻ വളരെ പെർഫെക്റ്റ് ആണ്. ആ ഓർഗനൈസേഷൻ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ബിൽഡപ്പ് ചെയ്യും. ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇവർ നടത്തിക്കൊണ്ട് പ്രസ്താവന അടിസ്ഥാനമാണ്. അതായത് രാഷ്ട്രീയം പറയേണ്ടതല്ല, സംഘടനാ ശക്തിയാണ് ഞങ്ങൾക്ക്, സർവീസ് സംഘടന ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് ആ ഓർഗനൈസേഷൻ വെച്ച് നമുക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും, തിരിച്ചു വരാൻ പറ്റും. കാര്യം ഇപ്പോഴും പലപ്പോഴും ഇവരുടെ രാഷ്ട്രീയം നോക്കിയാൽ UDF ജീർണിക്കും. സ്വാഭാവികമായിട്ട് UDFന്റെ പ്രശ്നങ്ങൾ കാരണം UDF ജീർണിക്കുകയും അതിന്റെ പ്രതിസന്ധിയിൽ കിടക്കുകയും അത് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ആ സാധനം മുതലെടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ പക്ഷേ പ്രത്യശാസ്ത്ര രാഷ്ട്രീയമായിട്ട് പ്രത്യശാസ്ത്രം ഈ ലെനിനിസ്റ്റ് പ്രത്യശാസ്ത്രം നമ്മുടെ ഡെമോക്രാറ്റിക് സോഷ്യൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടല്ലോ, അത് ആ ഒരു വിമർശനത്തിന്റെ അകത്ത് കാണുന്നേ ഇല്ല. അപ്പോൾ ഈ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിക് ഡോക്യുമെന്റ് അപ്പുറം ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്, അതായത് ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് വെക്കാം എന്നൊരു സമീപിക്കുന്നുണ്ടല്ലോ. അവിടെയാണല്ലോ ഒരു എൻലൈറ്റിംഗ് ആവുക. അത് പുതിയ ആൾക്കാർക്ക്, പുതിയ രാഷ്ട്രീയക്കാർ, അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ കാഴ്ചപ്പാട് വരും. അതിന്റെ ആവശ്യമില്ല. അത്ര രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലും ഇല്ല. പിന്നെ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗം പിണറായിസം ഞാൻ ഉപയോഗിക്കും. കാരണം അതൊരു പിണറായി ഒരു രാഷ്ട്രീയ വ്യക്തിത്വം. പക്ഷേ പിണറായിസം ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രം കേരളം രൂപപ്പെട്ടിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ഈ ഒരു തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിന്റെ രാഷ്ട്രീയം. അതുപോലെ അത് പലതരത്തിലുള്ള അനുരഞ്ജനമുണ്ട്. ആ അനുരഞ്ജനത്തിന്റെ രാഷ്ട്രീയം ഈ ഒരു എന്താ പറയുക പ്രകടമായ ഒരു അസഹിഷ്ണുത, അതിന് വളരെ ഡീപ്പായിട്ടുള്ള അസഹിഷ്ണുത നമ്മൾ ആശയ സമരത്തോടെ കണ്ട തൊഴിലാളി വർഗ സമരത്തോട് പുലർത്തേണ്ട ഒരു അനുഭവമുണ്ട്. അടിസ്ഥാന രാഷ്ട്രീയം. ഈ ആശയ സമരത്തെ കുറിച്ച് എന്ത് ഡോക്യുമെന്റ് എന്താ പറയുന്നത്? കേരളത്തിൽ തോൽവിക്ക് ഞാൻ വിചാരിക്കുന്ന കേരളത്തിൽ മിഡിൽ ക്ലാസ്സിനടക്കം വല്ലാതെ ബാധിച്ചൊരു സമരമായിരുന്നു ആ സമരം. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന കാര്യം ആ സമരത്തോട് കേരള സമൂഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രത്യക്ഷത്തിൽ പോയി സമരത്തിൽ പങ്കെടുത്തില്ല. പക്ഷേ ഒരു പറ്റം നിരാലംബരായ സ്ത്രീകൾ, അതും സമൂഹത്തിന് ഏറെ സേവനിച്ച സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് ഏറ്റവും ധാർഷ്ട്യ നിസ്സംഗഭാവം പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടെന്നുള്ളൊരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഞാൻ വിചാരിക്കണം ഈ നമ്മൾ മുസ്ലിം വംശീയ പ്രശ്നത്തെ പോലെ തന്നെ ഗൗരവമായി കേരളത്തിൽ ഇലക്ഷനെ ബാധിച്ച വിഷയമാണ് ആശാ സമരത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം. കേരളത്തിൽ മിഡിൽ ക്ലാസ് ഏറെക്കുറെ പല രീതിയിലും ഈ ആശാ വർക്കർമാരുടെ സേവനം അനുഭവിച്ച ജനതയാണ് കേരളം. കോവിഡിലൊക്കെ നമ്മൾ അത് നഗരപ്രദേശം ആയിക്കോട്ടെ ഗ്രാമപ്രദേശം ആയിക്കോട്ടെ കേരളത്തിൽ ഇവരുടെ സേവനം അനുഭവിച്ച ആൾക്കാർ. അവർക്ക് 240 രൂപയ്ക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ആലോചിക്കാൻ പോലും അവർക്ക് അപ്പോൾ അത് കേരളത്തെക്കുറിച്ച് യാഥാർത്ഥ്യം കൂടിയായിരുന്നു ആശാമാൻ മുന്നോട്ട് വെച്ചത്. അങ്ങനെ സർക്കാർ ഭരിക്കുമ്പോൾ ആ സമരത്തോട് കാണിച്ച ഈ അലംഭാവം, നിസ്സംഗത, അതുപോലെ ആ സമരം നിരന്തരമായി അപമാനിച്ചത് അത് കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട്. ആ സമരത്തോടുള്ള പ്രതികരണത്തിൻ്റെ അകത്ത് എന്താ രേഖപ്പെടുത്തായിരുന്നത്? ആ പ്രതികരണം ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ അനുഭവം അത് പ്രകടിക്കാൻ സാധിക്കില്ല. അവിടെയാണ് രാഷ്ട്രീയ പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടിന്റെ അഭാവം കാണുന്നത്. ആ സമരം ഇപ്പോഴും നേരത്തെ പ്രമോഷൻ എന്തോ കുത്തിയിരിപ്പ് സമരം, എന്തോ SUCയും BJP ഇടപാടൊക്കെ ആയിട്ടാണ് അവരിപ്പോഴും കാണുന്നത്. അത്രമാത്രം പരിമിതപ്പെട്ട സങ്കുചിതമായ വീക്ഷണം വെച്ച് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം? ഇവിടെ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണല്ലോ, ഇടതുപക്ഷ ഡെമോക്രാറ്റിക് സോഷ്യലിസം. ആ പൊളിറ്റിക്സിലേക്ക് വരാൻ ഇപ്പോഴും അവർക്ക് വിമുഖതയാണ്. അതിനകത്ത് ഇപ്പോഴും സംഘടന വെച്ച് ചലിപ്പിക്കാം. സംഘടന ഞങ്ങളുണ്ട്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രമോഷൻ സംഘടന എപ്പോഴും തകരാം. സംഘടനയ്ക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഹൈലി കേന്ദ്രീകൃത സംഘടനയ്ക്ക് തകർന്നാൽ തിരിച്ചു വരവ് ഉണ്ടാവില്ല.
അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പെർഷ്യുള്ള സകല സാധ്യതകളും വളരെ കൂടുതലാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാഷ്ട്രീയ സംഘടന ശക്തമാണെന്ന് പറയുമ്പോഴേ അതൊരു സർവീസ് സംഘടനാ തലത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ശക്തമാണെന്ന് പറയാം. പക്ഷെ ഇതിൽ പറയുന്നതും അടിത്തട്ട് രാഷ്ട്രീയമുണ്ട്. സംഘടനയുടെ അടിത്തട്ടിൽ ഈ കൊഴിഞ്ഞുപോക്ക് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. കൊഴിഞ്ഞുപോക്കൺ BJP-ലേക്ക് കൊഴിഞ്ഞു പോകുന്നു പറയുന്നുണ്ട് എന്റെ പരാമർശം. മാത്രമല്ല ഐഡിയോളജിക്കലായിട്ട് ഭയങ്കര ദൗർബല്യമുള്ള ഒരു സംഘടനാ സംവിധാനത്തിനെയാണ് ഇതിൽ കാണുന്നത്. അത് തീർച്ചയായും നേതൃത്വത്തിന് ഐഡിയോളജി ഇല്ലല്ലോ. ഇവര് പറഞ്ഞനുസരിച്ച് പാർട്ടിയിൽ ചാനലിൽ വരണ പോകുന്ന ആൾക്കാർക്കും പാർട്ടി പ്രവർത്തകർക്കും പരിശീലനം. നേതൃത്വത്തിന്റെ ഐഡിയോളജി എന്താ? നിങ്ങൾ നേതൃത്വം നോക്കുക. നമുക്ക് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ നടത്തിക്കൊണ്ട് പ്രസ്താവന എന്തായിരുന്നു? ഐഡിയോളജിക്കലായിരുന്നു. പിണറായി വിജയൻ എന്തെങ്കിലും ഐഡിയോളജിക്കലായിട്ടോ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? EP ജയരാജൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? P ജയരാജൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? MV ജയരാജൻ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സ്വരാജ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഷംസീർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആരാണ് ഇവർ ഐഡിയോളജിക്കൽ പറഞ്ഞ കാര്യം? ഏത് നേതാവ് പറഞ്ഞ? KN ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടോ? P രാജീവ് പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെ സംസ്ഥാനത്ത് അത് മാത്രമല്ല, കേരളത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇപ്പോൾ ഒരു ആഗോളതലത്തിലേക്ക് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ നടക്കുന്ന കുറെ ചർച്ചകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ പാരിസ്ഥിതിക രാഷ്ട്രീയത്തിന്റെ. ഇടതുപക്ഷം ലോകത്തൊട്ടാകെ ഈ ലെഫ്റ്റ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പാരിസ്ഥിതിക രാഷ്ട്രീയം. കാരണം ഈ 21ാം നൂറ്റാണ്ടിലെ വർഗ്ഗസമരം എന്ന് തന്നെ വിളിക്കാം, ഭൂമിയുടെ നിലനിൽപ്പിന്റെ സമരമായിട്ടാണ് കാണുന്നത്. ഈ വിഷയത്തിൽ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നതിന് പകരം എന്താ ഇവർ ചെയ്തത്? ഇനി എതിർത്തോട്ടെ, കേരളത്തിലെ പരിസ്ഥിതി രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളെയും ഈ CPIM-ന്റെ ഭാഗത്തു നിന്ന് എതിർത്തോട്ടെ. അതെങ്ങനെയാണ് എതിർക്കേണ്ടത്? ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു പ്രത്യയശാസ്ത്ര സമീപനത്തിലൂന്നിയിട്ടും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ സമീപനത്തിലൂന്നിയിട്ടുമാണല്ലോ നമ്മൾ പഴയ ജാർഗൺ ഉപയോഗിച്ച് പറഞ്ഞു. ഇവരെങ്ങനെ എതിർത്തെ? പരിസ്ഥിതി പ്രവർത്തകരെ ഗുണ്ടകളെന്ന് വിളിക്കുക. പിണറായിയാണ് അതിന് തുടക്കമിട്ടത്. അതായത് റിലയൻസിന്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ചാനൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ആണ് പിണറായി ആദ്യം പോയിട്ട് ഈ പരിസ്ഥിതി പ്രവർത്തകർ വികസനത്തെ തകർക്കുന്ന ആളുകളാണെന്നൊക്കെയുള്ള മറ്റുള്ള ഒരു വർത്തമാനം പറഞ്ഞു തുടങ്ങിയത്. ഒന്ന് ആലോചിക്കണം. എന്നിട്ട് നിരന്തരമായിട്ട് അതപ്പോ പ്രസാദ് പറഞ്ഞതിനോട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാ, ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ബോധത്തിലേക്ക്, ഒരു ഇടതുപക്ഷ ബോധത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം നടത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോഴല്ലേ ആളുകൾ ഒരു വിപ്ലവസന്നദ്ധമായ ഒരു സമൂഹമായി മാറൂ എന്നാണല്ലോ ഈ പ്രശ്നത്തിൽ. പരിസ്ഥിതി രാഷ്ട്രീയം അരാഷ്ട്രീയവാദമാണെന്ന് സ്ഥാപിക്കുന്നതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. എന്നും പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല, അന്ന് ആ സ്പ്രിംഗ്ലർ വിവാദം വന്നപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ഡാറ്റ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ മുതലാളിത്തം എങ്ങനെയാണ് ഡാറ്റ ഒരു ചൂഷണോപാധിയായി മാറ്റുന്നത് എന്നുള്ളത് ലോകത്ത് മുഴുവൻ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇടതുപക്ഷമാണ് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്സിയൻ പൊളിറ്റിക്സിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡാറ്റ എങ്ങനെയാണ് മുതലാളിത്തം ഒരു ചൂഷണോപാധിയാക്കി മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും സമഗ്രമായ വിശകലനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവരെന്താ ചെയ്തത്? ഇത് മുഴുവൻ സ്പ്രിംഗ്ലർ കരാറിന്റെ ന്യായീകരണത്തിന് കൂട്ടിക്കെട്ടിയിട്ട് പുച്ഛിക്കുകയാണ് ചെയ്തത്. അതായത് ദേ ബേൺ ദെയർ ബ്രിഡ്ജസ്. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ ബോധത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തേണ്ട രാഷ്ട്രീയ സംവാദങ്ങളിൽ നിന്ന് മുഴുവൻ ഇവർ ഒളിച്ചോടുകയും അങ്ങനെ നടത്തുന്നതിന് പകരം കൂവി വിളിക്കുകയാണ് ഇവർ ചെയ്തത്. അതാണ് ഇപ്പൊ പ്രതിധ്വനിയായിട്ട് അവർ റിപ്പോർട്ടിൽ കാണുന്നത്. ഒരു കാര്യമുണ്ട്. അതായത് ഞാനിത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ, ഇപ്പൊ നമ്മൾ ഈ വിശകലനം നടത്തുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള പതിവ് പോലെ ഇവർ ട്രെയിൻ ചെയ്തിട്ടില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള കുറെ സൈബർ പോരാളികളുണ്ട്. അവര് വന്ന് ഇതിനെ കുറെ അവരുടെ ആത്മസന്തോഷമാണ്. നമ്മൾ നന്നാക്കിയോളന്നല്ല, നമ്മൾ ആരും നന്നാക്കിയോളന്നല്ല. നമ്മളൊരു രാഷ്ട്രീയം, നമുക്കറിയുന്ന രാഷ്ട്രീയമാണ് നമുക്ക് പറയുന്നത്. അത് നമ്മൾ നന്നാക്കാനോ അല്ല. ഒരു വിമർശനം ഇതിൻ്റെ അകത്ത് നമ്മളൊരു നമ്മൾ പൗരന്മാരെ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തോട് പ്രതികരണമാണ്. അതെ. എന്നിട്ട് ഇവര് ഇപ്പൊ ചെയ്യാൻ പോണ കാര്യത്തിന് വന്നിട്ട് കുറെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് എനിക്ക് പറയാവുന്നൊരു കാര്യം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് തയ്യാറാക്കിയ ശേഷം പ്രഗതി മൈതാനിൽ ഇവർ പല റൗണ്ട് ഓടിയിട്ടുണ്ടാവണം ഈ തയ്യാറാക്കിയ ആൾക്കാര്. പക്ഷേ ഇത് വായിക്കുന്ന കേരളത്തിലെ സഹാക്കൾ എന്താ ചെയ്യുന്നറിയോ? അവർ പണ്ട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഓടിയിരുന്ന സാമ്പ്രദായത്തിൽ ഇപ്പൊ ഒരു അമ്പല കമ്മിറ്റിയുടെ ചുറ്റും, അതായത് അമ്പലക്കത്തുണ്ടല്ലോ, അമ്പലപ്പറമ്പിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇതൊരു ഒറ്റ അവസാനിച്ചില്ല. അതുപോലെ പക്ഷെ തോക്കിന് പകരം അവർ കുറുവടി എഴുതി ഓടിക്കൊണ്ടിരിക്കുക. ആ ആൾക്കാരാണ് ഈ കുറുവടിയായിട്ട് വന്നിട്ട് രാഷ്ട്രീയ വിവേകശൂന്യത വന്ന് പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജാതി പ്രസ്ഥാനമാണ്. ഒരു ജാതിയെ അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. അവർ ജാതീയമായി അതൊക്കെ വിശ്വാസ ആചാര അനുഷ്ഠാനം പറയുന്നത്. അതിൽ അപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യാനോ രാഷ്ട്രീയം. അപ്പൊ അതും ഏതോ ഒരു പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന രാഷ്ട്രീയം ഒരു നേരം സമകാലികമാവാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് ഈ യാഥാർത്ഥ്യത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. പറയാൻ പ്രത്യക്ഷമായ വർഗീയ രാഷ്ട്രീയത്തിനെ ഇപ്പോ നമുക്ക് മനസ്സിലാവും. യോഗി ആദിത്യനാഥ്, വെള്ളാപ്പള്ളി നടേശൻ, ജമാഅത്തെ ഇസ്ലാമിന്റെ പൊളിറ്റിക്സ്, അങ്ങനെ
വീക്ഷണത്തോടു കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള വർഗീയ രാഷ്ട്രീയം പഴറ്റിക്കൊണ്ട് അതൊരു വലിയ ഘടകമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രചാരണത്തിന് ഉപയോഗിച്ചതും തോൽവിക്കൊരു വലിയ കാരണമായിട്ടുള്ളതും. ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് സമർത്ഥിക്കുകയും കൂടെ ഈ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയം കളിച്ച കളിയുണ്ടല്ലോ, അതിൽ നിന്ന് മാറാനോ ആ വർഗീയ രാഷ്ട്രീയം എന്ത് തരത്തിലാണ് കേരളത്തിന്റെ പോളിറ്റിയിൽ മാറ്റം വരുത്താനോ മാറ്റുക എന്നുള്ളതിന്റെയും ഒരു യാഥാർത്ഥ്യബോധം വന്നിട്ടില്ലാത്തോ ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് കേരള സമൂഹത്തെ ബാധിക്കാൻ പോകുന്നത്? അതായത് CPM ഒരു പാർട്ടി എന്ന നിലയിൽ അങ്ങനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയാണ്. അത് പിന്നെ ഒരു ഞങ്ങളുടെ വർഗീയ രാഷ്ട്രീയമാണ് ഞങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അല്ല. അപ്പൊ അത് അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. പക്ഷെ അതിന്റെ സൂചനകളെങ്കിലും കൊടുക്കാമായിരുന്നു. അതില്ല. അതായത് ഈ എന്തുകൊണ്ട് ഈ BJP അനുകൂല നിലപാട് CPM എടുക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ജനങ്ങൾ വിശ്വസിച്ചല്ലോ. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടാവണം. ജനങ്ങള് എല്ലാം തെറ്റിദ്ധരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാവുകയാണ്, ഞങ്ങളെല്ലാം ശരിയായി ധരിക്കുന്ന ആളുകളുമാണ് എന്നുള്ള ഒരു നിലപാട്. അങ്ങനെ ഒരു ഹോളിയർ ദാൻ ദൗ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഞങ്ങളെ എല്ലാം ശരിയായിരുന്നു, പക്ഷെ ജനങ്ങള് മാധ്യമങ്ങള് എല്ലാം കൂടി ചേർന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം, ഈ തോൽവിക്ക് പ്രധാനമായിട്ട് കാരണം അത് ഒരു പക്ഷേ ഇപ്പോഴത്തെ UDF ഗവൺമെന്റിന്റെ കൂടി വരാൻ പോകുന്ന പരാജയത്തിന്റെ ഒരു കാരണം അതായിരിക്കും. അത് ഈ PM ശ്രീയിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വഖഫ് ബോർഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ UDF ഗവൺമെന്റ് എടുത്തിരുന്ന നിലപാടുകൾ, അത് മറ്റേ ഗവൺമെന്റിന്റെ തുടർച്ചയാണത്. അത് അത്ര പെട്ടെന്ന് അതങ്ങനെ ഊരി മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത് ഈ സമൂഹ ബോധത്തില് അങ്ങ് ആണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ അമ്പല കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അവിടെ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാവുന്നതല്ലത്. അത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വലിയൊരു ശതമാനം മുസ്ലിം സംഘടനകളും മുസ്ലിം ജനസാമാന്യം ഇത് ഇടതുപക്ഷവും BJPയും തമ്മിൽ ഒരു ഡീൽ എന്നുള്ള വാക്കാണ്. ആ ഡീലുണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ജനങ്ങൾ എന്തുകൊണ്ട് അത് വിശ്വസിക്കണമെങ്കിൽ ഈ ഒരു റിയൽ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണമല്ലോ. ആ കാരണങ്ങൾ ഇതിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അത് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സമയത്ത് കൃത്യമായി പറയാൻ പറ്റില്ല. ഐഡന്റിറ്റി ഒറ്റവാക്കാനുണ്ടായത്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഞാൻ മൊത്തം പറഞ്ഞതൊക്കെ ഐഡന്റിറ്റി വാക്കാനുണ്ടായിരുന്നത്. ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കൂടെ പറഞ്ഞത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ്. രണ്ടും ഒന്നാണെന്നതിന്റെ അർത്ഥം. ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആൻഡ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അത് രണ്ടും ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ വലിയൊരു എന്താ പറയാ ഒരു അവിടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അറിയാനുള്ള വിസമ്മതം, എങ്ങനെയാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആവുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പം വിശകലന രീതി എന്ന് പറയാറുണ്ടല്ലോ, ഇപ്പം ജേർണലിസ്റ്റിക് ആയിട്ടുള്ള വിശകലന രീതി, അത് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ പ്രസംഗ ശൈലിയെ വിമർശിക്കുക, ശരീരഭാഷ നോക്കിയിട്ട് ആളെ വിമർശിക്കുക, ഗോവിന്ദൻ മാഷയുടെ ശൈലിയെ വിമർശിക്കുക, അതൊക്കെ അരാഷ്ട്രീയമായ വിശകലന രീതിയാണ്. നിങ്ങൾ പൊളിറ്റിക്സിനെ വിമർശിക്കൂ എന്നാണ് പറയാറ്. നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കൂ, അവരുടെ ശൈലി എന്നുള്ളത്, ഈ ശൈലി വിജ്ഞാനീയം എന്നുള്ളതൊക്കെ ഒരു അരാഷ്ട്രീയമായ രീതിയാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഈ രാഷ്ട്രീയത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ അല്ല, ഈ റിപ്പോർട്ടിലെ ശൈലി വിജ്ഞാനിയാണ്. ഈ നേതാക്കളുടെ ശൈലിയെ കുറിച്ചാണ് പറയുന്നത്, അതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ അഹംഭാവം എന്ന് പറയുന്ന അഹന്ത എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. രാഷ്ട്രീയം തന്നെയാണ് ശൈലിയായിട്ട് മാറുന്നത്. ഒരു വ്യക്തിയുടെ പ്രസംഗം, ഓരോ വ്യക്തികൾക്ക് ശൈലി, ഓരോ നേതാക്കന്മാർക്കും ശൈലിയുണ്ട്. പിണറായിയുടെ ശൈലിയല്ല കോടിയേരിയുടെ അല്ല മറ്റൊരു നേതാവിന്റെ. അതുകൊണ്ട് ശൈലി, ഇതൊക്കെ ജേർണലിസ്റ്റിക് വിമർശനങ്ങളാണ്, അപക്വമായ അരാഷ്ട്രീയമായ വിശകലന രീതിയാണ്. നിങ്ങൾ രാഷ്ട്രീയം പറയൂ എന്നാണ് പറയാ. ഈ പറയുന്ന റിപ്പോർട്ടിൽ, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുള്ള രാഷ്ട്രീയം എന്താണ്? ഈ ഇതിലുണ്ടാവേണ്ടിരുന്ന രാഷ്ട്രീയം ഉണ്ടാവും. അപ്പം ഡിജിറ്റലൈസേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പ്രവർത്തനം എങ്ങനെയാണ്, ഡിജിറ്റലൈസേഷൻ എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുന്നത്.
ഈ പണ്ട് പാർട്ടി പ്രവർത്തകർ നേരിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപഴകുന്നത് ഈ ഡിജിറ്റൈസേഷനോടുകൂടി ജനങ്ങൾക്ക് നേരിട്ട് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ മാറിയ ഒരു എൻവയോൺമെന്റിൽ ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയുന്നത് പാർട്ടിക്ക് പകരം ബ്യൂറോക്രസി വന്നു. അതെ, അപ്പൊ പാർട്ടി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ വളരെ ബ്യൂറോക്രസി ആകർഷിക്കുന്നു. എല്ലാം ബ്യൂറോക്രസി പരിഹരിക്കും എന്നുള്ള ഒരു നോഷനില് പാർട്ടിയും ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടാത്തൊരു കാര്യം. പാർട്ടി തന്നെയാണ് ബ്യൂറോക്രസി. എന്ന് മാത്രമല്ല, അവരുടെ ഇപ്പൊ ഈ റിപ്പോർട്ടിലെ ഈ ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ പാർട്ടിക്ക് സംഭവിച്ച പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്, ആളുകളുമായിട്ട് ഇടപഴകുന്നതിന്റെ സാധ്യതകൾ കുറഞ്ഞു വെച്ചാൽ പാർട്ടി ഏതെങ്കിലും RT ഓഫീസിലെ ഏജന്റിനെ മാതിരിയാണോ സ്വയം കാണുന്നത്? ഡിജിറ്റൽ പരിപാടിയൊക്കെ വന്നപ്പോൾ ഏജന്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് പാർട്ടി പോയോ? പാർട്ടി ജനങ്ങൾക്ക് ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നുള്ള ഏജന്റാണോ? തൊഴിലാളികൾക്ക് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും അത് ഇപ്പൊ ആ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കി കൊടുക്കേണ്ട സംഘടനയാണല്ലോ ഇത്. അല്ല, ഈ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു ഫൈസർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി നമ്മൾ എങ്ങനെ അത് അല്ലാതെ ഡിജിറ്റലൈസേഷൻ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഒരു എന്താ പറയുക കാലഘട്ടത്തിന്റെ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്, അതിൽ ചില വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ ഇതുവരെ ഇത് ആവുന്നില്ല. തോൽവി അംഗീകരിക്കാൻ ഇപ്പോഴും തോൽവി അംഗീകരിക്കാൻ മാത്രമല്ല, ഈ തോൽവി എങ്ങനെ ഇതിനെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ല. ആ ധാരണയില്ലായ്മയാണ് ഈ ഇലക്ഷന് ശേഷം ജെൻസി സമരത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ നേതാക്കന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാരു മജുംദാർ CPI MLന്റെ ഓഫീസിൽ പോവുകയും, ചാരു ഭവൻ എന്നാണ് അതിന്റെ പേര്, അവിടെ പോയി ചാരു മജുംദാറിന്റെ ചരമവാർഷികം അതിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചാരു മജുംദാറാണ് വിപ്ലവത്തിന്റെ ഇടതുപക്ഷ സാഹസികത, അതിന്റെ അങ്ങനെ ഒരു ലിബറേഷന്റെ പഴയ സംഭവങ്ങൾ അതൊക്കെ മുഴുവൻ തള്ളിക്കളഞ്ഞവരാണ്. ഇടതുപക്ഷ സാഹസികത അതൊക്കെ ഇപ്പൊ എന്തിനാണ് അവിടെ പോയിട്ട് ചാരു മജുംദാരുടെ ആ പേരിലുള്ള ഓഫീസിൽ പോയിട്ട് ചാരു മജുംദാരെ അനുസ്മരിക്കുന്നത്? ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതായത് അട്ടർ കൺഫ്യൂഷൻ, ഫോക്കസ് ഇല്ലായ്മ നമ്മൾ കണ്ടപ്പം ഈ ഒരു ജെൻസി സമരത്തിൽ ഇടപെടൽ തന്നെ കാണാൻ നമുക്കറിയാം. ഇത് ഒരുപക്ഷെ മനസ്സിലാവാത്തതാണ്. നമ്മളാണ് ഇതിന്റെ നേതൃത്വത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ കയ്യിലുള്ള കോൺസെപ്ച്വൽ ടൂൾസ് കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റാവുന്നതിനപ്പുറം സങ്കീർണമായിട്ടുണ്ട് നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് പഴയ വർഗവിശകലനത്തിന്റെയും ഒരുപാട് കാലത്തെ പക്ഷെ ഇത് പയറ്റി തെളിഞ്ഞതായിരിക്കും. പക്ഷെ ഇത് മാറുന്നുണ്ട്. ഈ ലോകം മാറുന്നതും അതിവേഗം മാറുന്നു ഡിജിറ്റലൈസേഷൻ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാം നമുക്ക് സർവീസ് മൊത്തം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യും? അല്ല, അത് പണ്ട് ട്രഷറിയിൽ എഴുതി വെച്ച മാതിരിയാണ് CPMന്റെ ഇപ്പോഴത്തെ പ്രശ്നം. ട്രഷറിയിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചു കുറച്ചു കാലം മുമ്പേ, കമ്പ്യൂട്ടർ വൽക്കരണം മൂലം ഇടപാടുകാർക്കുണ്ടാകുന്ന കാലതാമസത്തിൽ ഖേദിക്കുന്നു എന്നുള്ളത്. CPMന്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഡിജിറ്റലൈസേഷൻ മൂലം വിപ്ലവത്തിനുണ്ടാകുന്ന കാലതാമസത്തിൽ ഖേദിക്കുന്നു എന്ന് എഴുതി വെച്ചേക്കണം. അപ്പൊ ഒരു പ്രശ്നമാണ്. ഇപ്പൊ പക്ഷേ CPMന് മാത്രം പ്രശ്നമായിരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ഒക്കെ ഞാൻ ചോദിച്ചത് ഈ വർഗീയ രാഷ്ട്രീയത്തിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുമെന്ന് നമ്മൾ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഞങ്ങളുടെ വർഗീയ രാഷ്ട്രീയമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാവണം. അത് പറ്റില്ല, അതില്ല. എന്ന് മാത്രമല്ല, ഈ കോൺഗ്രസ് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും കോൺഗ്രസ് മുക്ത ഭാരതമാണ് വേണ്ടെന്ന BJPയുടെ സ്ലോഗൻ തന്നെയാണ് LDFും പയറ്റുന്നതെന്ന് വേണം നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. അതിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഇനി ഇടപെടാൻ പോകുന്നത്? BJP വലിയ പ്രശ്നമില്ല, കോൺഗ്രസ് ആണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം വെച്ച് കേരള രാഷ്ട്രീയം കേന്ദ്ര രാഷ്ട്രീയം രണ്ടായിട്ട് CPM എപ്പോഴും ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണവും കേരളത്തില് ഉണ്ടായിരുന്ന ഒരു UDF LDF എന്നുള്ളത്, ആ ഒരു ഡൈക്കോട്ടമി, ആ ഒരു വൈരുദ്ധ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കേരളത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംഭവം പ്രൊട്ടക്ട് ചെയ്യുക, അത് കവിഞ്ഞ ഒരു രാഷ്ട്രീയവും ഇല്ലായിരുന്നു.
അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ വർഗ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്വത്ത് രാഷ്ട്രീയമോ പരിസ്ഥിതിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ത്രീ രാഷ്ട്രീയമോ? അതൊന്നും അങ്ങനെയൊന്നും ചർച്ചകൾ വന്നില്ലല്ലോ. എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ പ്രിസർവ് ചെയ്യുക? വളരെ വളരെ ഇടുങ്ങിയ സെൽഫ് പ്രിസർവേറ്റീവ് മൂഡിലാണ്. അപ്പൊ ആ ഒരു മോഡിൽ ചോദിച്ച ചോദ്യം അതാണല്ലോ, വർഗീയതയെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം. കേരളത്തിലെ CPM-നെ സംബന്ധിച്ചോളം ജയിക്കാനുള്ള ഏറ്റവും വലിയ എറിത്മെറ്റിക് എന്ന് പറയുമല്ലോ, അതായത് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് മാറിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് എന്ത്? ബാക്കിയുള്ളത് ഈ ഒരു ഹിന്ദു വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. അത് ബോധപൂർവമാണ് ആദിത്യനാഥിന്റെ ഇപ്പം പറഞ്ഞത്. പാർട്ടിയുടെ മന്ത്രിയായിരുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ഒരാൾ എങ്ങനെ ആദിത്യനാഥ് അറിയില്ല എങ്ങനെ സംഭവിച്ചു? കുംഭമേളയുടെ രക്ഷാധികാരിയായിരുന്നു ഈ മന്ത്രി വാസവൻ. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത് പാർട്ടി നേതാക്കളോട് ചോദിച്ചാൽ മതി. നമ്മളോട് ചോദിക്കുന്നത് നേതൃത്വത്തോട് ചോദിച്ചാൽ പറയാം. ഉദ്യോഗസ്ഥര് പോലല്ല, പുള്ളി തന്നെ നേരിട്ട് കത്തയച്ചിട്ടാണ് ആ സന്ദേശം വന്നേക്കുന്നത്. ആ പെർപ്ലക്സിറ്റി മാറ്റണമെങ്കിൽ വാസവനോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് വന്നത്. അല്ല, അത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുകയും അത് മനോഹരമായൊരു സന്ദേശമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം തോൽക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അതിന്റെ പ്രശ്നം പണ്ട് ചെയ്ത പോലെ ആ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് നിങ്ങൾ വേണ്ടത്. ഇതിൽ ഒരു ആ സിനിമയിൽ ചോദിക്കുന്നില്ലേ, ഒരുത്തിനും ഇല്ലടാ നിങ്ങളുടെ പാർട്ടി വിവരമുള്ള ഒരാളെന്നുള്ളത്. അതാണ് ചോദിക്കേണ്ടത്. ഒരുത്തിനുമില്ല ഈ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് CPM. വെള്ളാപ്പള്ളിയുടെ നിരന്തരമായ പ്രസ്താവനകൾ അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പ്രസ്താവനകളാണ്, കമ്മ്യൂണലി ആയിട്ടുള്ള പ്രസ്താവനകളാണ്, മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ അത് ചോദിച്ചപ്പോ പറഞ്ഞ എന്താണ്, മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? അത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ, അതിനെ എതിർക്കുന്നു എന്ന ആളുകളെ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. അതല്ല, ശക്തമായി എതിർക്കുന്നു എതിർത്തില്ല എന്നുള്ളതാണ്. ശൈലജ ടീച്ചറോട് ഇതേ ചോദിച്ചല്ലോ. അപ്പൊ ശൈലജ ടീച്ചർ എന്താ പറഞ്ഞേ, മുസ്ലിം ലീഗിനെയാണ് എതിർക്കുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ. പിന്നെ എന്താ അവിശ്വസിക്കേണ്ട കാര്യമാണ്? വെള്ളാപ്പള്ളി പറഞ്ഞ പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് നമ്മളൊക്കെ തൃപ്തരാവണം എന്നുള്ളതാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പാൻ കഴിയില്ല എന്നുള്ളതാണ്. വേറൊരു ഇതിന്റെ അകത്ത് ഈ ഡോക്യുമെന്റ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടാണ് PMC പരാമർശിക്കുന്നുണ്ട്. PMC പരാമർശിക്കുമ്പോൾ ഇപ്പോഴും കേന്ദ്ര നേതൃത്വം ഒരു ഭയാശങ്കയോട്, അതായത് ഇവിടെ സംസ്ഥാന നേതൃത്വം പിണറായി വിജയനും ഭയാശങ്കയോട് പറയുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ പരിഹരിച്ചു ഞങ്ങൾ കേന്ദ്രത്തിന്. അവിടെ ഒരു സമ്മതമുണ്ട് ഏത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണെന്നുള്ളത്. അപ്പോഴും ഒരു കൺഫ്യൂഷൻ, സഖ്യകക്ഷിയുമായിട്ട് ഒരു തർക്കം പരിഹരിച്ചു എന്നുള്ളതാണ്. ഈ ഒപ്പിടുന്ന സമയത്ത് നേരത്തെ പ്രമോദ് സൂചിപ്പിച്ച കാര്യം, ഇത് ഒപ്പിടുന്നത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇതാണ് പ്രശ്നം. ഈ ഒപ്പിടുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഇവര് ദീർഘകാലമായിട്ട് NEP വന്ന് വിമർശനം ഉന്നയിക്കുന്നുണ്ട്, PMC ഉണ്ട്. അപ്പോൾ ഒപ്പിടാൻ പോകുന്ന സമയത്ത് ഈ വിചാരം ഉറക്കില്ലാതെ, മാത്രമല്ല നമുക്ക് പരസ്യമായിട്ട് പത്രസമ്മേളനം ന്യായീകരിച്ചതാണ് ഞങ്ങളുടെ നിലപാട് മാറ്റിയെന്നുള്ളത്. ആ സമയത്തൊന്നും ഇവർക്ക് ഈ ഒരു അത് സൂചിപ്പിച്ചില്ല. കാര്യം CPI ഉന്നയിക്കേണ്ടി വന്നു. CPI ഉന്നയിച്ചില്ല. CPI ആയിട്ടൊരു എന്താ പറയാ ബൈലാറ്ററൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ച് ഇന്ന് PMC നടപ്പായി ഉണ്ടാവുമായിരുന്നു. അപ്പൊ നേരത്തെ എന്തെങ്കിലും സ്ഥാനം എന്തെങ്കിലും CPIക്ക് വല്ല അത്യാവശ്യ സ്ഥാനങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, CPI വലിയ പാർട്ടിയാണല്ലോ, ഇപ്പോൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും ചിലപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ, ചിലപ്പോൾ CPI ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ നടപ്പാവേണ്ടതായിരുന്നു ഈ കാര്യം. പക്ഷെ ആ സമയത്ത് ഇവർക്കത് ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ അന്ന് പറ്റിയില്ലെങ്കിൽ അതല്ല സൂചിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഈ പ്രശ്നം തർക്കം പരിഹരിക്കല്ല ഇന്നത്തെ വിഷയം. അപ്പൊ അതുപോലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അകത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഈ പറയുന്ന കാര്യം, ദീർഘകാലമായിട്ട് എൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ ഇത് നമ്മൾ നേരത്തെ സൂചിച്ച എന്താ പറയുക ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാഷ്ട്രീയം അതേ ഒരു ആവർത്തിക്കുന്ന നിലവാരം. പക്ഷേ പൊളിറ്റിക്കലി അത് എങ്ങനെയാണ് പുതിയ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തോട്, പാരിസ്ഥിതിയുടെയും ജസ്റ്റിസിനോട്, ഒരു ജസ്റ്റിസ് പൊളിറ്റിക്സിനോടൊക്കെ അലംഭാവമായിരുന്നു ദീർഘകാലമായിട്ട്. അത് ഈ ഫാക്ഷനിസത്തിൽ പോയ പാർട്ടി. ഞാനിത് പറയുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഈ VSന്റെ ഒരു എന്തുകൊണ്ടാണ് VS പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ വളരെ ആദരവോടെ കാണുന്നത്. VS പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പഴയ ധാരണകളാണ്, സ്റ്റാലിനിസ്റ്റുമാണ്. പക്ഷേ പോപ്പുലർ മൊബിലൈസേഷൻ പുതിയ കാലത്തനുസരിച്ച് നടത്താനുള്ള ഏതോ ഒരു തരത്തിലുള്ള ധാരണ, ഒരു ഇൻസ്റ്റിങ്ക്ച്വൽ ധാരണ, പഴയ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാവുന്ന ധാരണയായിരിക്കും. ആ ഇൻസ്റ്റിങ്ക്ച്വൽ ധാരണ കൊണ്ട് പല സമരങ്ങളും ഐക്യപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം വിളമ്പണം. അത് പോപ്പുലർ മൊബിലൈസേഷൻ സാധ്യമാക്കി. അങ്ങനെ ഒരു സാധ്യതയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദീർഘകാല രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു വ്യവസ്ഥയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ട്. അത് അവതർമ്മിക്കപ്പെടേണ്ട, ആ അവതർമാനത്തെ ഒരു ലക്ഷണവും ഈ ഡോക്യുമെന്റില്ല. അത് അവതർമ്മിക്കപ്പെടാതെ
കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു ഭാവിയുമില്ല. പോസിറ്റീവായ ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ പാർട്ടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാ മനുഷ്യരും ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പാർട്ടിക്ക് മാത്രമേ ഇക്കാര്യത്തിലുള്ള സംശയമോ വിസ്മയങ്ങളോ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് ഈ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം ചോർന്നു പോകുന്നതിനുള്ള പ്രശ്നങ്ങൾ, വികസനത്തിന്റെ പൊളിറ്റിക്സ്, ഈ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസ്, അടിസ്ഥാന വർഗ്ഗങ്ങൾ ഇടതുപക്ഷത്തിന് ചോർന്നു പോകുന്നത്, അതൊക്കെ വ്യക്തമായിട്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതൊരു ഒരു ഒരു പൗരസമൂഹത്തിന്റെ ജാഗ്രത എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നത് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ കേരളീയ സമൂഹത്തിന്റെ വലിയ ഗുണപരമായ മാറ്റങ്ങളുടെ മാത്രം സൂചനയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പല സമൂഹങ്ങളിലും ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശോഷണവും ദൗർബല്യവും അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ടാകുന്ന ജീർണതയും എല്ലാം ആളുകളെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ പുതിയ തുറവുകളിലേക്ക് മാത്രമല്ല കൊണ്ടുപോകുക, വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൂടിയാണ് കൊണ്ടുപോകുക. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരം എന്ന് പറയുന്നത് ഒരു വലതുപക്ഷവൽക്കരണത്തിലേക്ക് പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഒക്കെ നടത്തിയിരുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനം ആണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് പൊതുസംവാദങ്ങളുടെ നേരെയായാലും ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആശാസമരത്തിനോടൊക്കെയുള്ള പ്രതികരണങ്ങളുടെ നേരെയായാലും തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനം. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം എല്ലാത്തരം വിമർശനങ്ങളും ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിനെ ഏറ്റവും ഹീനമായ രീതിയിൽ ആക്രമിച്ച് ഇല്ലാതാക്കും. ആശാസമരം കുത്തിത്തിരിപ്പുകാരുടേതാണ്, കാശ് വാങ്ങി നടത്തുന്നവരുടേതാണ്. സമരക്കാരുടെ ടെന്റ് ഒരു മഴ കൊള്ളാതിരിക്കാൻ അവർ കിട്ടിയ ഒരു ടാർപ്പായ പൊളിച്ചു കളയുന്ന തരത്തിലുള്ള അതിഹീനമായ തൊഴിലാളി വിരുദ്ധത പ്രകടിപ്പിച്ചൊരു സർക്കാരായിരുന്നു. പാർട്ടിയും സർക്കാരും കൂടിയാണത് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ആശാസമരത്തിലേക്ക് അടക്കം BJP-യുടെ സാന്നിധ്യം അവർ അറിയിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു തരത്തിൽ ആ സമരത്തിലടക്കം, അതായത് ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഉണർവുകളെ വലതുപക്ഷ രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യുന്നത് ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെയാണ്. വർഗീയ രാഷ്ട്രീയവും ഹൈജാക്ക് ചെയ്യും എന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഘടന, സാമൂഹ്യ ഘടനയും വലതുപക്ഷവൽക്കരണത്തിലേക്ക് ഇഞ്ചിഞ്ചായിട്ട് പോകാവുന്ന സൂചനകൾ നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ ഇപ്പോഴത്തെ ഈ സംഘടനാ സ്വരൂപങ്ങൾ ദുർബലമാവുകയാണെങ്കിൽ കൂടി ഇടതുപക്ഷ രാഷ്ട്രീയം ദുർബലമായി കഴിഞ്ഞാൽ കേരളം വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടാൻ പോകുന്നത്. അത് ഈ റിപ്പോർട്ടിൽ കേരളത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഏതാണ്ട് 42 പാരഗ്രാഫ് കേരളത്തെ കുറിച്ചും 12 പാരഗ്രാഫേ മറ്റേ ഉള്ളൂ ബംഗാളിനെ കുറിച്ച്. ബംഗാളിനെ അവർ മറന്നു കഴിഞ്ഞു, പൊക്കോട്ടെ എന്നുള്ള മട്ടിലായി തോന്നുന്നു. അതെ അതെ അതെ. BJP ജയിച്ചപ്പോ തങ്ങൾക്ക് കുറച്ച് ആപ്പീസ് തുറക്കാനുള്ള അവസരം കിട്ടിയതിനെ കുറിച്ച് പോലും പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സംഗതി നമ്മൾ കാണേണ്ടത് നേരത്തെ കേരളത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെയാണ്. അത് ബംഗാളിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ പാർട്ടിയിലെ ആളുകൾ ഒരു രാഷ്ട്രീയ ബോധം, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ബോധമല്ല അവർ അതിൽ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. അവര് BJP അധികാരത്തിൽ വന്നത് അവരെ അലാം ചെയ്തില്ല, അവരെ ആകെ അമ്പരിപ്പിക്കുകയോ ഞെട്ടിക്കുകയോ ചെയ്തില്ല. മറിച്ച് TMCയുടെ തോൽവിയിൽ അവർ ആഹ്ലാദിക്കുകയായിരുന്നു ചെയ്തതെന്നുള്ളത് സ്വയം വിമർശനപരമായിട്ട് ഈ റിവ്യൂവിൽ കാണാം. അതാണ് പ്രശ്നം. BJPയുടെ തോൽവി, BJPയുടെ വിജയം നിങ്ങളെ ആശങ്കപ്പെടുത്താതിരിക്കുകയും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മറ്റൊരു ജനാധിപത്യ കക്ഷിയുടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മറ്റൊരു മതേതര ജനാധിപത്യ കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസിന്റെയോ TMCയുടെയോ ഒക്കെ തോൽവി, അവരാണല്ലോ നിങ്ങളുടെ അടുത്ത എതിരാളി, അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചവർ അവരാണ്. അവരുടെ തോൽവിയാണ് നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് കേരളത്തിലും BJP സീറ്റ് കിട്ടിയത് വലിയ ചർച്ചകളൊന്നും ആ തെരഞ്ഞെടുപ്പിൽ പോലും, ആ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പുമായിട്ട് CPM BJPയോട് കാണിച്ച ആരാണ് പ്രധാന ശത്രു എന്നുള്ളത് ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നല്ലോ. അപ്പൊ ആ വിഷയത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ സമഗ്രമായിട്ട് കാണുകയും ഇന്ത്യ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫാഷിസ്റ്റ് ഭരണകൂട ഭീകരതയിലേക്കും ഹിന്ദുത്വ രാഷ്ട്രീയ ഫാഷിസത്തിന്റെ പിടിയിലേക്കുമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണി ഉണ്ടാക്കേണ്ടത് എന്നുള്ള രാഷ്ട്രീയം CPM-ന് ഇപ്പോൾ കൈമോശം വന്നു എന്നുള്ളതാണ് പ്രശ്നം. CPM ഫാഷിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണിയുടെ രാഷ്ട്രീയം ലോകത്ത് എല്ലാ കാലത്തും കൃത്യമായി പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്.
അത് തീർച്ചയായിട്ടും ഈ ദിമിത്രോവ് ദിമിത്രോവിന്റെ തീസിസ് മുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഫാഷിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് വന്നതും ഫാഷിസം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ. ഐക്യമുന്നണി ഫാഷിസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി. ഈ ഐക്യമുന്നണി എന്ന് പറയുന്നതിന്റെ സങ്കല്പം തന്നെ എന്താ? ഐക്യമുന്നണി എന്ന് പറയുമ്പോൾ നമ്മളല്ലാത്ത മറ്റാളുകളെ ചേർക്കുന്ന ഒന്നാണല്ലോ ഐക്യമുന്നണി എന്ന് പറയുന്നത്. ഇതിലേക്ക് അതിന് പകരം ഇപ്പൊ കേരളത്തിൽ പോലുമുള്ള ഒരു നരേറ്റീവ് എന്താ നമ്മൾ നോക്കിയാൽ കാണാം. ഇതിൽ മുഴുവൻ കാണുന്നത് ഇപ്പൊ ഈ CJP സമരത്തിന്റെ കാര്യത്തിൽ CJP സമരം വന്നപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അതിലിടപെടുകയും സമരത്തിലല്ല, സമരത്തിന്റെ ആവശ്യങ്ങൾ കോൺഗ്രസ് കൂടി ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് സ്വന്തമായിട്ടാണ് സമരം നടത്തിയത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് വരുന്നത് അങ്ങനെയാണ്. ആ സമരം കൂടി വന്നു. ആ സമരത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചൊഴിച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ്. അതിന് കോൺഗ്രസിന് അധികാരമുണ്ട്. അതേസമയം ആ സമരത്തിന്റെ വേദിയിൽ പോയി ആദ്യം തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് തന്നെ ആക്ഷേപിക്കും. അതൊരു പ്രശ്നവുമാണ്. ഒരു കോൺഗ്രസ് സമരമായിട്ടാണ് അതിനെ കാണുക. ഇത്തരം കുറെ ഇഷ്യൂകളുണ്ട്. പക്ഷെ അപ്പൊ തൊട്ട് കേരളത്തിലെ നരേറ്റീവ് എന്തുണ്ടാക്കാൻ ശ്രമിച്ചത്? കോൺഗ്രസ് ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കോൺഗ്രസ് മുമ്പിൽ വരാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെയാണെന്ന് വെച്ചാൽ CPM ആ വേദിയിൽ പോയിരുന്നിട്ട് ചെയ്യുന്നത് അത് തന്നെയാണെന്ന് പറയാം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മോദി സർക്കാരിനെതിരെയും സംഘപരിവാറിന്റെ ഫാഷിസ്റ്റ് ഗവൺമെന്റിനെതിരെയും അവരുടെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയും, കേവലം ഒരു സർക്കാരിനെതിരെയുള്ള സമരമല്ല ഫാഷിസ്റ്റ് മുന്നണിയുടെ സമരം, അത് ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിൽ മുഴുവനുള്ള ഒരു രാഷ്ട്രീയാധികാര രൂപത്തിനെതിരെയുള്ള ഒരു സമരം കൂടിയാണ്. ആ സമരത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഈ CPM-ന്, യാതൊരു വ്യക്തതയും CPM-നില്ല. ഈ വ്യക്തതക്കുറവിന്റെ ഒരു വലിയ പ്രശ്നത്തിലൂന്നിയാണ് സുന്ദരയ്യയുടെ രാജി പോലും. ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് സുന്ദരയ്യ രാജിവെക്കുന്നത് പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളിൽ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതക്കുറവുണ്ട് എന്ന് സുന്ദരയ്യയുടെ രാജിക്കത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് കൂടുതൽ ആഴത്തിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ഇപ്പൊ CJP-യുടെ പോലുള്ളൊരു സമരത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു സമരം, ഇപ്പോൾ PSC പ്രശ്നത്തിൽ അങ്ങനെ ഒരു സമരം ഉണ്ടാകില്ല. എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ കേരളം വളരെ ചാനലൈസ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയാണ്. പല രീതിയിൽ സാമുദായികമായി, രാഷ്ട്രീയ സംഘടനാ രൂപത്തിലൊക്കെ ചാനലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ്. ഇത്തരം സമൂഹങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെയും തകർച്ച വലതുപക്ഷത്തെയാണ് സഹായിക്കുക. ഈ വലതുപക്ഷ രാഷ്ട്രീയ അത് ഇപ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം, നമ്മളിപ്പോൾ പരിസ്ഥിതി രാഷ്ട്രീയം പറഞ്ഞ പോലെ തന്നെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ജെനുവിനായിട്ടുള്ള ഒരു സമരം, ഒരു പ്രതിഷേധം ഉണ്ടാവില്ല. അത് പാർട്ടികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അമ്മായിയമ്മ മരുമകൾക്ക് പാചകക്കൂട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് സതീശൻ പറഞ്ഞതിനെതിരെ DYFI-ക്കാർ സമരം നടത്തും. പക്ഷേ തങ്ങളുടെ പാർട്ടിയിൽ 10 സീറ്റ് കൂടുതൽ സ്ത്രീകൾക്ക് വേണം എന്ന് അവരവിടെ പറയില്ല. ശൈലജ ടീച്ചർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് എന്തിന്റെ പേരിലാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വരി പരാമർശിക്കുമ്പോഴും ശൈലജ ടീച്ചർ അടക്കം മിണ്ടാതിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണത്. അതായത് ഈ പാർട്ടിയുടെ വളരെ പാട്രിയാർക്കൽ കൂടിയായിട്ടുള്ള ഇത്തരം ഒരു ജനാധിപത്യ വിരുദ്ധ സംവിധാനത്തെ മറികടക്കാവുന്ന ഒരു രാഷ്ട്രീയ ബോധം കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ദുർബലമാകുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വലതുപക്ഷമായിരിക്കും ശക്തിയാർജിക്കുക. അത്തരമൊരു വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ട്. അത് കാണാതിരുന്നുകൂടാ. നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇന്ത്യയിലെ ഭരിക്കുന്ന ഹിന്ദു സമഗ്രാധിപത്യം തന്നെയാണ്. അതിനപ്പുറം അതാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ അതിൻ്റെ പലതരത്തിലുള്ള അത് ഭീഷണമായ രീതിയിൽ അത് ഓരോ മേഖലയും കടന്നു വന്നിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിലെ ഫെഡറലിസ്റ്റ് സംസ്ഥാനത്തിൻ്റെ ഇലക്ട്രൽ അധികാരത്തെക്കാളെല്ലാം ഭീകരമാണ് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം. അത് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസം അനുദിനം ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടി ഈ ഫാഷിസത്തിനെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ ബദലായിട്ട് ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വരണം. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ്, ഡെമോക്രാറ്റിക് ആയിട്ടൊരു പോസിബിലിറ്റി ഉപയോഗിക്കുമ്പോഴാണ് അതിനോട് ആകർഷിക്കപ്പെട്ടു. കാര്യം ഈ ഹിന്ദുത്വ സമഗ്രാധിപത്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പലതരത്തിലും ജനം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവർക്കൊരു ഈ ജനങ്ങൾക്കിത് ഒരു പ്രതികരിക്കാനുള്ള ഒന്നാമത്തരം ഒരു സംഘടിതമായ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അങ്ങനെ പലതരത്തിലും പ്രശ്നം അനുഭവിക്കണം. കാര്യം ദൈനംദിന ജീവിതത്തിൽ അവർ നേരിടുന്ന വിദ്യാഭ്യാസ പ്രശ്നമാണെങ്കിലും ജീവിത ചെലവുകളിലാണെങ്കിലും നമ്മൾ ഒട്ടനവധി. എന്നോടൊരു സുഹൃത്ത് സോഷ്യൽ ട്രേഡ് യൂണിയൻ മേലെ പഠിക്കുന്ന സുഹൃത്ത് പറഞ്ഞത് ഇന്ത്യയിൽ 100ഓളം ട്രേഡ് യൂണിയൻ സമരം നടക്കുന്നുണ്ടെന്നാണ്. 100ഓളം തൊഴിലാളി സമരം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളായിട്ട്. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട് ഗുർഗാവിൽ അങ്ങനെ അതൊക്കെ വലിയ സമരം നടത്തുന്നത്. ഇതിനേക്കാളും പലതരം മൈക്രോ ലെവലിൽ. കാര്യം ഇതൊക്കെ തന്നെ ഈ നിയോലിബറൽ പോളിസിയുടെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ അങ്ങനെ ഈ സമരങ്ങളിലൊന്നും CAT സന്നിഹിതമല്ല. പലതരത്തിൽ അവിടെ നടക്കുന്ന ഓർഗാനിക് പൊളിറ്റിക്സ് ആണ്.
അപ്പോൾ ഇതിനെതിരെ ബദലാച്ചെങ്കിൽ സ്വയം ഒരു ബദൽ സംവിധാനമായി മാറണമെങ്കിൽ ഈ സഹിഷ്ണുതയുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ഒരു പോസിറ്റീവ് ഉണ്ടാകുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മൾ വളരെ ആദ്യകാലത്തേക്ക് പോകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോസിബിലിറ്റി ഒക്കെ തുറന്നത് ആ കാലത്തുള്ള സാമൂഹ്യ നീതിയുടെ സമരങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പുതിയ അന്നത്തെ വർഗ്ഗസമരം ഐഡന്റിഫൈ ചെയ്യും അതിന് മുമ്പിൽ നിന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസിച്ചത്. അതിന് ഓരോ ഘട്ടത്തിൽ പിന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ സ്പേസ് ഷ്രിങ്ക് ചെയ്ത് വന്നു. ഇന്ന് ഉയർന്നു വരുന്ന പുതിയ സാമൂഹികതയുടെ രാഷ്ട്രീയത്തിൽ പുതിയ ജസ്റ്റിസ് പൊളിറ്റിക്സിൻ്റെ അതിന് നേരത്തെ പ്രമോദനം ഡാറ്റ ജസ്റ്റിസിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ പുതിയ ജൻസിയുടെ പ്രശ്നമുണ്ട്, പുതിയ തലമുറയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ ഇതിന് അടിമുടി, അപ്പോൾ ഇവർ അടിമുടി മാറുമെന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പറഞ്ഞ അടിമുടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എന്താണ് മാറുന്നത്? ഒരു ഡെമോക്രാറ്റൈസ് ചെയ്യുമ്പോൾ ഒരു സഹിഷ്ണുതയുടെ രാഷ്ട്രീയം, പുതിയ ആൾക്കാരെ പുതിയ ഭാഷ ഇൻക്ലൂസീവ്നെസ്, പുതിയ ഭാഷ സംസാരിക്കാൻ പറ്റുക. അതെ, അതുപോലെ ഈ അവര രാഷ്ട്രീയത്തോട് ശക്തമായ എതിർപ്പിടുക, ഒരു സംവാദം തുറക്കുക, പല സമൂഹത്തിലെ പല വിഭാഗങ്ങളുടെ സംവാദ മേഖല തുറക്കുക. നമ്മുടെ പല മാതൃകയുണ്ട്. ഇപ്പോൾ ഈ ജൻസി സമരത്തിനെ കുറിച്ച് മമതാനെയൊക്കെ ഒരു പക്ഷേ ഞാനതിനെ വെറുതെ ആദർശവൽക്കരിക്കില്ല, അതിനൊക്കെ ഒരു പുതിയൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, ഒരു ഭാഷയുണ്ട്, അത് ശരീരഭാഷയുണ്ട്, വർത്താനം പറയുന്ന ഭാഷയുണ്ട്, ഒരു സൗമ്യതയുണ്ട്, സഹിഷ്ണുതയുണ്ട്, ആൾക്കാരെ കൂടെ നിർത്തുന്നൊരു സാധനമുണ്ട്. എനിക്ക് നമ്മുടെ പ്രമോദിൻ്റെയും പ്രശാന്തിൻ്റെയും അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമല്ല, പക്ഷേ ഞാൻ വിചാരിക്കുന്ന നിർഭയത്തോടെ ആ രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രകടിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. എനിക്ക് തോന്നാറ് പലപ്പോഴും ജനസിന്ന് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പല ഘട്ടങ്ങളും നിർഭയത്വത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞ രാഹുൽ ഗാന്ധി. കാര്യം അദാനിക്കെതിരെ, മാർസിനും സവർക്കറിനെതിരെയാണെങ്കിലും പലപ്പോഴും ധീരമായിട്ട് പേരുച്ചരിച്ചുകൊണ്ട് പാർലമെന്റിലും പുറത്തും ഞാൻ പറഞ്ഞ ജൻസി കാണിച്ച അതേതല്ല, പക്ഷെ അതിന് പലപ്പോഴും ഒരു നിർഭയത്വം പ്രകടിപ്പിക്കുന്നുണ്ട് പല ഘട്ടത്തിലും. അതിനുള്ള ഭീകരമായ ആക്രമണമുണ്ട്. മാത്രമല്ല ഒരു ഡെമോക്രാറ്റിക് സ്പേസ് എനിക്ക് പലപ്പോഴും അയാളെ സംസാരിക്കുന്നുണ്ട്. കാര്യം എന്താ പറയുക, നമ്മൾ മാധ്യമങ്ങളെ സംസാരിക്കുമ്പോൾ ഒരു ഡെമോക്രസിയുടെ സ്പേസ് ഉണ്ട് അയാളായിട്ട് സംസാരിക്കുന്നത്. അത് പക്ഷേ വീഡിയോ സെഷനൊന്നും നമ്മൾ കാണുന്നില്ല, ഞാൻ തുറന്നു നമുക്ക് പറയാമല്ലോ. പക്ഷേ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി ആദർശവൽക്കരിക്കൽ, അതിൻ്റെ ഒരുപാട് കാര്യം, അദ്ദേഹം ഒരു വലിയ ലെഗസി ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കയറി വന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരമൊരു വലിയ ഒരു ഡെമോക്രസിയുടെ ഒരു ലെഗസി പ്രകടിപ്പിക്കേണ്ട ആൾക്കാരാണ് അത്തരം ഒരു കാര്യം. അപ്പോൾ ആ ലീഡർഷിപ്പിന്റെ സ്വഭാവം മാറും, അതിലേക്ക് വരുന്ന ആൾക്കാരുടെ സ്വഭാവം മാറും, ഈ വിമർശനങ്ങൾ താനെ ഇല്ലാതാവും. ഇടതുപക്ഷ രാഷ്ട്രീയം അനിവാര്യമാണ്. ആ കൊടി ആരാണ് മുന്നേറുന്നത് നമുക്കിനി കാണാം. ചരിത്രത്തിൽ ചിലപ്പോൾ ആ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരുന്ന മറ്റൊരു ജനസി രൂപീകരിക്കുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കാം ഇടതുപക്ഷം. അതുകൊണ്ട് CPM അനിവാര്യമല്ല, അടിവരായിട്ട് CPM അനിവാര്യമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിലും ലോകത്ത് അനിവാര്യമാണ്. അത് ആര് നയിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ രാഷ്ട്രീയം സമായിരിക്കും സാമൂഹ്യനീതി, ഇതുപോലെ ഇൻക്ലൂസീവ്നെസ്, ടോളറൻസ്, ഈ ജസ്റ്റിസിനോടുള്ള ഒരു തരത്തിൽ വിട്ടുവീഴ്ചയിനകത്ത് അതിൽ പരിസ്ഥിതി ഉണ്ട്, സ്ത്രീകളുടെ പ്രശ്നമുണ്ട്, ആദിവാസി ഗോത്രങ്ങളുടെ പ്രശ്നമുണ്ട്, ദളിത് രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ഇതുപോലെ വളരെ സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി, എനിക്ക് ആവർത്തിച്ച് മനസ്സിൽ വരുന്ന കാര്യമാണ്. തൊഴിലാളി വർഗ പാർട്ടിയെ സമരത്തെ നിരന്തരം ആക്രമിച്ച സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ അപ്പോൾ ഇവർക്ക് കുറെ പദാവലിയുണ്ട്. മറ്റേ കേന്ദ്ര പ്രോജക്റ്റാണ്, സെൻട്രലി എയ്ഡഡ് പ്രോജക്റ്റ്, അതിൽ സ്കീം വർക്കേഴ്സ് ആണല്ലേ. പക്ഷെ അവരും തൊഴിലാളി സ്ത്രീയാണ്, അവർ അഭിസംബോധന ചെയ്യാൻ ബാധിതപ്പെട്ടൊരു പാർട്ടിയാണ്. അങ്ങനെയല്ലേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ച കർഷക തൊഴിലാളികൾ ആരെങ്കിലും ഇവിടെ എഴുതി വെച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെ മൊബിലൈസ് കൊണ്ട്, ഈ തൊഴിലാളികളെയും നിരാലയം മൊബിലൈസ് കൊണ്ടാണ് പാർട്ടിയും സംഘടനകളും വളരുക. വരിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രതീക്ഷയൊക്കെ പുലർത്തുന്ന സമയത്ത് ആ പ്രതീക്ഷ തോന്നിപ്പിക്കുന്ന ഒരു വരിയും കൂടിയിട്ടാ. ഓൺലി ബൈ diligently adhering to the mass line, being among the people and conducting sustained struggles can we retain the fighting character of our party and mass organizations എന്നൊരു വരി പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം CPM പോലൊരു പാർട്ടി തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇത് ഈ വരി നമ്മുടെ സെൽഫ് അപ്രൈസൽ ഫോമിലൊക്കെ നമുക്കറിയാം. ഈ സെൽഫ് ഇങ്ങനെയാണ് അപ്രൈസൽ ചെയ്യുന്നത് അറിയാലോ. എല്ലാം നല്ലത് എഴുതുന്നതിന് പകരം കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എന്നൊക്കെ പറയും. ഇതൊരു വെറും ഒരു വരിയാണ്. ഇതിപ്പോ ഏത് റിപ്പോർട്ടിലും ഇത് ഇതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സങ്കീർണമായ ഒരു പ്രശ്നമുണ്ട്. അതായത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, സംസ്ഥാനം അങ്ങനെ കേന്ദ്രം ഭരിക്കുമ്പോൾ ഫെഡറൽ സംവിധാനത്തോട് യാതൊരു രീതിയിലും നീതി പുലർത്താത്ത ഒരു കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളം എങ്ങനെയാണ്, അതിൻ്റെ കൺസ്ട്രെയിൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഈ BJPയുടെ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഇപ്പൊ ഇങ്ങനെ മാസ് ലൈൻ സ്വീകരിച്ചാൽ
മാസ്ലൈൻ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം രക്ഷപ്പെടും എന്നൊക്കെ പറയാം. അത് ഇറ്റ്സ് ഓൺലി ഒന്നുമില്ല, അത് ഡസൻ കമ്മ്യൂണിക്കേറ്റ് എനിത്തിങ്. അത് വെറും ഒരു വരി മാത്രമാണ്. പക്ഷെ കോൺക്രീറ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് CPM-ന്റെ ഒരു പരിമിതിയാണെന്ന് മാത്രം, CPM-ന്റെ മാത്രം പരിമിതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഡെമോക്രാറ്റിക്കലി അല്ലെങ്കിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവരെയും ഒരു ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ CPM നിലനിൽക്കോ ഇല്ലയോ എന്നുള്ളത് അല്ലല്ലോ പ്രശ്നം നമുക്ക്. അപ്പോൾ അതൊരു പാർട്ടിയാണ്. CPM ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അത് CPM പറഞ്ഞത് ഞങ്ങളുടെ പ്രത്യേക പാർട്ടിയാണ് എന്നൊക്കെ അവർ പറയുമെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം CPM വണ്ണമങ്ങുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയെ എങ്ങനെ CPM അതിജീവിക്കും? അങ്ങനെ അതിജീവിക്കാനുള്ള എന്തെങ്കിലും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളത് ആണല്ലോ നമ്മളെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷ എന്തുകൊണ്ട് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആത്മാർത്ഥമായിട്ടുള്ള റിപ്പോർട്ടാണ് എന്ന് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇതിൽ ഒരു ഇൻസൈസീവ് ആയിട്ടുള്ള സർജിക്കലായിട്ടുള്ള ഒരു തിരിച്ചറിവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു റിച്വലാണ്. ഇപ്പം എന്നോട് നമ്മള് ഈ കുഞ്ഞികൃഷ്ണയും അദ്ദേഹത്തിന്റെ തളിപ്പറമ്പിലെ ഗോവിന്ദനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ കെട്ടുകണക്കിന് റെക്ടിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഈ തെറ്റുതിരുത്തൽ രേഖകൾ ഇത് എല്ലാവരും പറയും. നമുക്കൊരു പ്ലീനം അറിയാലോ പാലക്കാട്, അപ്പൊ അതിലും രേഖ എടുത്തു നോക്കിയോ വളരെ മനോഹരമായിട്ടുണ്ട്. അന്ന് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഈ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാനുള്ള ആന്തരികമായ ശക്തി CPM എന്ന ഓർഗനൈസേഷൻ ഉണ്ടോ? അതിനെ ആന്തരവൽക്കരിക്കാനുള്ള ശക്തി ഈ പാർട്ടി എന്ന സ്ട്രക്ചറിനുണ്ടോ എന്നെടുത്തതാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ നല്ല വരികൾ ഉണ്ടാവാം, നല്ല വരികൾ ഉള്ളത് കൊണ്ട് അതിനെ ആന്തരികവൽക്കരിക്കാനുള്ള ഒരു പാർട്ടി ഘടന ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് സെൻട്രലിസം, സെൽഫ് ക്രിറ്റിസിസം എന്നുള്ളത് അത് താങ്ങണമെങ്കിൽ ആ പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ശക്തമായ ഘടന ഉണ്ടാവണം. വിമർശനത്തെ പോലും താങ്ങാൻ പറ്റാത്ത ഒരു പാർട്ടിയുടെ ഘടന, വിമർശനത്തിലേക്ക് പോവുക, അങ്ങനെ സ്വയം വിമർശനത്തിലേക്ക് പോവുകയും അങ്ങനെ തിരുത്തുകയും ചെയ്യുന്നതിന്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഈ 10 വർഷമായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല.